നോക്കിയില്ലേ? ഓക്കെ, ഞാൻ എന്നോടാ ചോദിക്കുന്നത്. ആദ്യം പറഞ്ഞാ മതി. ഈ സത്യത്തില് ഓനോട് ചോദിക്കണ ചോദ്യം എനിക്ക് എന്താ മനസ്സിലായി ഓനോട് ചോദിക്കണത്. ഓക്കെ അല്ലേ? കാരണം ഞങ്ങള് ഓക്കെ അല്ലാത്ത മാതിരി ഞങ്ങളൊരു വൈബും കൊടുക്കണില്ലേ, പിന്നെ പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്നോടല്ലേ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് ഇനി മനസ്സിലായത്. നിങ്ങൾ ആകെ സീനാക്കി ഉണ്ടല്ലോ. എന്തേ ശരിയല്ലേ? അങ്ങനെ ഈ മൈക്കിന്റെ അടുത്തേക്ക് നിൽക്കില്ല. ദിലീപ് ഷെഹസാദ് പോഡ്കാസ്റ്റ് വന്നപ്പോൾ തന്നെ സംഭവിച്ചത് മൈക്കിന്റെ അടുത്തേക്ക്. ഷെഹസാദ് പോഡ്കാസ്റ്റ് വന്നപ്പോൾ ആദ്യം സംഭവിച്ചേ ഓനിങ്ങനെ അതേമാതിരി ഫുള്ള് ഫണ്ണായിട്ട് സംസാരിച്ച് ഇതുകൊണ്ട് ഓണായപ്പോൾ പറയുകയാണെങ്കിൽ ഫുൾ ഡീസൻ്റ് ലെവൽ തുടങ്ങി. മൈക്കിന്റെ പൊസിഷൻ മാത്രം എന്നോട് പറയേണ്ടതില്ല, എന്നോട് മൈക്കിന്റെ പൊസിഷൻ ഓക്കെ ആയിരിക്കും. അപ്പോൾ എന്താണ് വൈദഹലനോട്ടിൻ്റെ എത്രാമത്തെ കണക്കൊക്കെ വിട്ടിട്ടുണ്ട്, കാരണം 9ാമത്തെ ആയിട്ടുള്ളൂ. ഇതൊക്കെ വന്നോട്ടോ, ഇതൊക്കെ റെക്കോർഡിംഗ് നമ്മൾ ഗോയല്ലേ. 50 ആവുമ്പോഴേക്കും കണക്ക് വരുമായിരിക്കും. റിവേഴ്സല്ലേ കളിക്കുന്നത്, അതായത് 9-5 ആയപ്പോ കണക്ക് കിട്ടണേ ചേട്ടാ. 10-50 ആവുമ്പോ കിട്ടിയേക്കപ്പോ എന്താണ് കുറച്ച് ആൾക്കാരെ കൊണ്ടുവരണ്ട. ഇനി ഇതായി കഴിഞ്ഞാലേ കുറച്ച് വിവരമുള്ള ആൾക്കാരെ കൊണ്ടുവരണം നമുക്ക്. ഏത് ഇപ്പൊ ഈ മൈത്രേനെ അങ്ങനത്തെ ടീമില്ലേ, മൈത്രനെ കൊണ്ടുവരാന്നുള്ളത്. പക്ഷെ നമ്മളും കൂടി വെൽവിഷേഴ്സ് ആണല്ലോ, നമ്മളും കൂടി റെഡി ആവണ്ടല്ലേ. ഞാൻ അതാണ് ആലോചിക്കണം എപ്പോഴും. മൂപ്പരവിടെ വന്നിരുന്നിട്ട് അല്ല മൂപ്പരെ അങ്ങനെ എല്ലാരും വിളിക്കുന്നു, മൂപ്പർക്ക് ബോറടി ആവുന്നല്ലോ. ഇതാണ് എന്താണ് ഈ പറഞ്ഞു തന്നിരുന്നത് ഹോപ്പിന്റെ കാര്യമായിരുന്നു. ഹോപ്പല്ലേ? അന്ന് എനിക്ക് മിസ്സാണ്. അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളെ അതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ലായിരുന്നു. ഞാൻ പുറത്തിങ്ങനെ ഓടിയായിരുന്നു. എപ്പോഴും ഹോപ്പിനെ കുറിച്ച് അന്ന് നമ്മൾ ഒരു ഗോ പറഞ്ഞപ്പോൾ നീ സംസാരിച്ചിരുന്നു റാറ്റിന്റെ എക്സ്പെരിമെന്റ് വെച്ചിട്ട്. ഇങ്ങനെ ഇരുന്നപ്പോ തന്നെ ഞാൻ ഇല്ല, മഹേഷും വിഷ്ണുവായിരുന്നു സ്ക്രീനില്, ഞാൻ പുറത്തായിരുന്നു. വിഷ്ണു ഇവിടെ ഇങ്ങനെ ഡെഡ് ആയിട്ട് വിഷ്ണു നമ്മളുടെ ഫ്രണ്ടാണ്. അതുണ്ടായത്. പക്ഷെ ആ എക്സ്പെരിമെന്റ് കേട്ടപ്പോ ഭയങ്കര ഉള്ള പോയിന്റ് ഭയങ്കര ഹെവി ആയിട്ട് തോന്നി എനിക്ക്. എക്സ്പെരിമെന്റ് പക്ഷെ എന്താ വെച്ചാലേ അത് 1950 നടന്ന എക്സ്പെരിമെന്റ് ആണ്. പക്ഷെ അതിലിപ്പോ ഈ പീറ്റൊക്കെ ഇടപെട്ടിട്ടേ അതൊരിക്കലും അല്ലല്ല, അത് എന്ത് എക്സ്പെരിമെന്റ് ആണെന്നുള്ളത് പറയാതിരുന്നാലേ പ്രേക്ഷകർക്ക് വേണ്ടി എക്സ്പെരിമെന്റ് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഞാൻ കേട്ട ആൾക്കാർക്ക് എനിക്കും കേൾക്കണത്. ഞാൻ അന്ന് ഫുള്ള് പുറത്തു കൂടി അത് ശരിയല്ല ഇത് ശരിയല്ല നടക്കായിരുന്നു, ക്ലിയർ ആയിട്ടില്ല. എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ചാൽ 1950 ഒരു സയന്റിസ്റ്റ് ചെയ്ത എക്സ്പെരിമെന്റ് ആണ്. നല്ലൊരു തോട്ട് പ്രോസസ് ആണ്, പക്ഷെ ഭയങ്കര ഇൻഹ്യൂമൺ ആണ് കേട്ടോ സാധനം. അതുകൊണ്ടാണ് ഇപ്പൊ ഭയങ്കര ഡിബേറ്റബിൾ ആണ് അത് പറയുമ്പോ പോലും. അത് കാലഹരണപ്പെട്ട സാധനമാണോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ആ ഒരു കാലഘട്ടത്തിലല്ല, അത് ഓക്കെ അല്ലേ? ആ ടൈമിൽ അത് ഓക്കെയാണ്, അതിലും വലുതാണ് നടക്കണം. അത് ലിറ്ററലി ഇൻഹ്യൂമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കും ആ സമയത്ത്. എക്സ്പെരിമെന്റ് എങ്ങനെ വരുന്ന വെച്ചാല് എനിക്കത് കേട്ടപ്പോൾ കിളി അടിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ കേട്ടിട്ടുള്ളൂ. അത്ര കണ്ട് തേടിപ്പോയില്ലേ? മേ ബി മാജിക്കലായിട്ടുള്ള സാധനങ്ങളോടുള്ള ഒരു ഇതാണോന്ന് അറിയില്ല, അങ്ങനെ ക്ലിക്കായ സാധനം അത് ട്രൂ ആവണേന്ന് പ്രാർത്ഥിച്ചു. എന്റെ ഇന്റൻഷൻ ഇപ്പൊ അത് ഫാക്ച്വൽ എല്ലാം തെളിയിച്ചാലും എന്റെ ഒരു ഇന്റൻഷൻ അവിടെ കളിക്കുന്നുണ്ട്, അത് ട്രൂ ആവണമെന്നുള്ള ഒരു മാജിക്കൽ സാധനം എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാണോ എന്താണെന്നറിയില്ല. ആ ഒരു കോൺസെപ്റ്റിനോട് നമുക്ക് അത്ര അഭിനിവേശം ഉള്ളതുകൊണ്ടാണോ അറിയില്ല. അതിനെ ഡാറ്റ ചെക്ക് ചെയ്യുമ്പോൾ പോലും ഇതിന്റെ ഉള്ളിലുള്ള ഇന്റൻഷൻ അത് ട്രൂ ആവണം എന്നുള്ള പാർഷ്യലായിട്ടല്ല ഞാൻ നിൽക്കുന്നത് അതിന്റെ ഡാറ്റ ചെക്ക് ചെയ്യുമ്പോൾ. പക്ഷെ അതിന്റെ ഡാറ്റയെ പറ്റി ആരും ഇത് പറയുന്നില്ല. അതിന്റെ ഡാറ്റ ഓക്കെയാണ്. അതിന്റെ ഡാറ്റ എന്താണ് സംഭവം വരുന്നത്? ഇയാള് റാറ്റ്സിനെ പിടിച്ചിട്ട് ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് ഇട്ട് റാറ്റ്സിനെ, എന്നിട്ട് നമ്പേഴ്സ് ഞാൻ പറയുന്നത് തെറ്റുണ്ടാവും കേട്ടോ. അതിനകത്ത് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. അതിനകത്ത് റാറ്റിനെ ഇട്ടിട്ട് റാറ്റിനെ മുങ്ങി മരിക്കാനായിട്ട് വിട്ട്. അപ്പോൾ ഈ റാറ്റ്സ് ഇത്ര 50 മിനിറ്റ്സോ എന്തോ നമ്പർ നോക്കണ്ട, 50 മിനിറ്റ്സ് എന്തോ കഴിഞ്ഞപ്പം റാറ്റ് ഡ്രോൺ ചെയ്ത് മരിച്ച്. പിന്നെ അയാൾ എന്ത് ചെയ്ത് വെച്ചാൽ
റാറ്റിനെ. അപ്പോൾ ആ ടൈം കിട്ടി 15 മിനിറ്റ്സ്. ഓക്കെ, ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ 16 മിനിറ്റ്സ് ആയിരുന്നു. 60 മിനിറ്റ്സ് ആണോ? 16 മിനിറ്റ്സ് ആണ്. ആ ഓക്കെ. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു വെച്ചാൽ രണ്ടാമത് ഗ്രൂപ്പ് ഓഫ് റാറ്റ്സിനെ ഇതേപോലെ ഇട്ട്. എന്നിട്ട് ഈ 50 മിനിറ്റ്സ് ആണ് ഓരോ ത്രഷോൾഡ് എന്ന് ഇയാൾക്ക് മനസ്സിലായല്ലോ. അയാൾ 50 മിനിറ്റ്സ് ആവണതിന് മുന്നേ ഇതിനെ രക്ഷിച്ച് ബക്കറ്റിൽ നിന്ന് എടുത്ത് എന്നിട്ട് സേവ് ചെയ്തിട്ട് വീണ്ടും കൊണ്ടായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിട്ടിട്ട് വീണ്ടും കൊണ്ടായിട്ട് ബക്കറ്റിലിട്ട്. ദെൻ ദ മാജിക് ഹാപ്പൻഡ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, നമ്മൾ ലോജിക്ക് വെച്ചിട്ട് പ്യുവർ ലോജിക്ക് അതിന് മുന്നുള്ള വരെ വെച്ചിട്ട് ഞാൻ പറയും ഓഫ് കോഴ്സ് 50 മിനിറ്റിൽ കുറയുള്ളൂ. കാരണം ഒന്നാമത് അത്ര മസിൽ കളിച്ചാണ്, ഓൻ്റെ എനർജി മൊത്തം ടയർഡായിരിക്കും. അപ്പൊ ഇനി പോകാൻ റെസ്റ്റ് ചെയ്യാൻ വിട്ടാലും ഓൻ 50 മിനിറ്റ്സിന് ലോലാണ് മരിക്കണ്ടേ അല്ലേ? അതല്ലേ ലോജിക്ക്? അതല്ലേ? 60 മണിക്കൂറാണ് റാറ്റ് നിന്നത്. 60 മണിക്കൂർ 60 മിനിറ്റ് അല്ല, ഡേയ്സ്. 60 മണിക്കൂർ എന്ന് പറയുമ്പോൾ 2-3 ദിവസത്തിൻ്റെ അടുത്ത് 2.5 ദിവസം നീന്തി നിന്നു. അപ്പൊ എന്താ സംഭവിച്ചാല് ഇതിന് ഡാറ്റാസിലൊക്കെ ഇപ്പം റീചെക്കും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഇത് എക്സ്പെരിമെന്റ് നടന്നതാണ്, ഇതുള്ളതാണ്. ഇതിന് ഡാറ്റ ഇങ്ങനെ ഇങ്ങനത്തെ സ്റ്റഡീസിലൊക്കെ കുറേ സാധനം വരുമ്പോഴാണ് നമ്മൾക്ക് ഒന്നിക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. നമ്മൾ മറ്റേ എൽപേഴ്സ് ഹൈ 2013 ഈ സ്റ്റഡി വരുന്നത്. അതിന് മുന്നേ വരെ മിത്താണത്. നമ്മൾ പോലും നമുക്ക് അതിനോടുള്ള അത് റെഡി ആവണമെന്നൊരു അഭിനിവേശം നമുക്ക് അതിനകത്ത് ഉണ്ടെങ്കിലും നമുക്ക് അത് പറയാനോ നമുക്ക് ഫുള്ളായിട്ട് അത് അങ്ങനെയാണെന്ന് പറയാൻ വയ്യാത്ത അവസ്ഥയിലാണ്. അങ്ങനെ ആവണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്, ആഗ്രഹം. പക്ഷെ ഈ പ്യുവർ മറ്റേ എമ്പതി ഇല്ലാത്ത ഒരാൾക്ക് ആളോട് ഇത് പറയാൻ എനിക്ക് മടിയായിരുന്നു. ഈ സ്റ്റഡി എൽപേഴ്സിനെ കുറിച്ച് പറയണം വരെ. കാരണം എന്തിനു നന്മ ചെയ്യണമെന്ന് ചോദിക്കണ ചോദ്യത്തിന് സത്യത്തിന് നമുക്ക് ഉത്തരമില്ലായിരുന്നു. ലോജിക്കലി അതല്ലെങ്കിൽ ഇത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പം ഈ റാറ്റ് സർവൈവ് ചെയ്യാനുള്ള കാരണം ഇയാൾ പറയുന്നത് ഈ രക്ഷപ്പെടുത്തും എന്നുള്ളൊരു ഹോപ്പ് ഈ റാറ്റ് ലേൺ ചെയ്തിരിക്കണം. കഴിഞ്ഞ പ്രോസസ്സിൽ നിന്ന് ഏതോ ഒരു പോയിന്റിൽ ഒരു രക്ഷ വരാണ്ട് എന്നുള്ള ഒരു സാധനം. അപ്പൊ അത് റാറ്റിൽ നടത്തിയ എക്സ്പെരിമെന്റ് ആണ്. ഹ്യൂമനിലേക്ക് വരുമ്പോൾ ഭയങ്കര ചേഞ്ചസ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് പറയാം. പക്ഷെ പല എക്സ്പെരിമെന്റ്സും റാറ്റ്സിൽ നടത്തിയിട്ട് നമുക്ക് സക്സസ് ആയതുകൊണ്ട് റാറ്റ്സ് ആണ് ശരിക്കും ഹ്യൂമൻ ബീങ്സിലേക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഐറ്റങ്ങളുടെ ബ്രെയിനേ ഭയങ്കര ഇതാണ്, ഭയങ്കര ഗിനിപ്പിക്കും. പിന്നെ ഇറ്റങ്ങൾ ഭയങ്കര സോഷ്യലാണ്. ഇറ്റങ്ങൾ എന്താ പറയാ മറ്റേ ഭയങ്കര സിമിലർ ആണെന്നാണ് മനുഷ്യനായിട്ട് അതിന്റെ തോട്ട് പ്രോസസ്സിൽ ഉണ്ട്. അത് ഈ ഡ്രഗ്സിന്റെ കൊക്കൈൻ വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് ഹ്യൂമൻ പോലെ റിയാക്ട് ചെയ്യണ്ടോ? അതായത് നമ്മളിപ്പോ ഇവിടെ നിർത്തിയത് ഹോപ്പ് നമ്മള് എന്താണ് റാറ്റ്സിനെ വെച്ചിട്ട് കൊക്കൈൻ്റെ അഡിക്ഷന്റെ എക്സ്പെരിമെന്റ് പറയുന്നത് റാറ്റ്സിനെ വെച്ചിട്ടാണ്. അതായത് കൊക്കൈൻ നമുക്ക് വിൽ ചൂസ് ഓവർ അവർ ലൈഫ് എന്ന് പറയുന്നത് കൊക്കൈനെ കുറിച്ച്. അതിന്റെ അഡിക്ഷൻ ലെവൽ പറയാൻ അത് റാറ്റ്സിനെ വെച്ചിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അതിലൊരു സെക്കൻഡ് എക്സ്പെരിമെന്റ് വന്നിട്ടുണ്ട് കേട്ടോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനകത്ത് ഫസ്റ്റ് എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ചാൽ റാറ്റ്സിനെ വെച്ചിട്ട് റാറ്റ്സിന് സാധാ വെള്ളം വെക്കും, കൊക്കൈൻ കലർത്തിയ വെള്ളം വെക്കും എക്സ്പെരിമെന്റിൽ. ഇതൊക്കെ നടന്ന എക്സ്പെരിമെന്റ്സ് ആണ്. അതിനകത്ത് വേണേൽ ചെക്ക് ചെയ്യാം കേട്ടോ. അതിനകത്ത് ഈ റാറ്റ് എന്ത് ചെയ്യും, കൊക്കൈൻ്റെ അതിന് ഒറ്റയ്ക്ക് ഇടുമ്പോഴാണ് അത് രണ്ടാമത്തെ എക്സ്പെരിമെന്റ്. ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഈ റാറ്റിനെ ഒരു കൂടുണ്ടാക്കും. ആ കൂടിനകത്ത് കൊക്കൈൻ നിറച്ച വെള്ളവും വെക്കും, നോർമൽ വെള്ളവും വെക്കും. അപ്പോൾ റാറ്റ് പോയിട്ട് ഈ കൊക്കൈൻ വെള്ളം ടേസ്റ്റ് ചെയ്യും. അതിന് ടേസ്റ്റ് കിട്ടിയാൽ നമുക്കത് വേറെ ട്രിപ്പാണ് തരുന്നതെന്നാണ് പറയുന്നത്, യൂസ് ചെയ്ത ആൾക്കാർ പറയുന്നത്. നമുക്കറിയില്ല. 5 മോസ്റ്റ് അഡിക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ്സിൽ വരുന്നതാണ് ഹെറോയിൻ, കൊക്കൈൻ, ആൽക്കഹോൾ എന്ന് പറഞ്ഞിട്ട് മെത്ത്, സിഗരറ്റ്. അവിടെ സിഗരറ്റ് അതിൽ പറയുന്നില്ലേ? എനിക്കൊന്നും അതിൽ പറയുന്ന സാധനമായി മാറണ സിഗരറ്റ് എന്നാണ്. ഡേഞ്ചർ സാധനം. എന്നിട്ട് കൊക്കൈനില് അപ്പൊ കൊക്കൈൻ്റെ വാട്ടറാണ് ഇത് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ക്ഷീണിക്കുന്നുണ്ട്, ഈ റാറ്റ് ക്ഷീണിക്കുന്നുണ്ട്. പക്ഷെ അതിന് ജീവൻ പോണവരെ ഈ കൊക്കൈൻ കുടിച്ചത് ചാവും. അതിന് മറ്റേ ലൈഫ് സ്കെയിലൊക്കെ കളിക്കണേ. അതിന് ട്രിപ്പ് കിട്ടുന്നുണ്ടേ. അത് ഹ്യൂമണിലും നടക്കുന്നുണ്ടല്ലോ ഈ സാധനം. കൊക്കൈൻ്റെ അഡിക്ഷൻ ഏത് ലെവലിൽ വരെ പോകുന്നുണ്ട്, ആ ലെവലിൽ വരെ പോകുന്നുണ്ട്. പക്ഷെ ട്വിസ്റ്റ് വരുന്ന അവിടെയല്ല, കുറെ കാലത്തിന് ശേഷം രണ്ടാമത് എക്സ്പെരിമെന്റ് നടത്താണ്. മനുഷ്യന്റെ എക്സ്പെരിമെന്റ് സാധനങ്ങൾ മാറുകയാണ്. റാറ്റിന് റാറ്റ് പാർക്ക് ഉണ്ടാക്കുകയാണ്.
റാറ്റ് പാർക്ക് ഉണ്ടാക്കാണ്. ഫുള്ള് ചീസും ഇതൊക്കെ വെച്ചിട്ടുള്ള കൂട്ടിൽ അതും ഇതൊക്കെ വെച്ചിട്ട് അതിന് തിന്നാൻ ഫുള്ള് സാധനങ്ങളുണ്ട്. പ്ലസ് അതിന് പാർട്ട്ണറുണ്ട്, സെക്സ് ചെയ്യാൻ പാർട്ട്നേഴ്സ് കൊടുത്തിട്ട്, എന്നിട്ട് അതിൻ്റെ കൂടെ നോർമൽ വാട്ടറും കൊക്കൈൻ വാട്ടറും വെക്കുകയാണ്. അതിനകത്ത് കൊക്കൈൻ വാട്ടർ ടേസ്റ്റ് ചെയ്യേണ്ടത്, പക്ഷെ ഒരിക്കലും അത് അതിന് ലൈഫ് അതിൽ പോകുന്നില്ല, അഡിക്ഷൻ ലെവൽ വരുന്നില്ല. അത് മറ്റേ വാട്ടർ, നോർമൽ വാട്ടർ ചൂസ് ചെയ്തിട്ട് അത് ജീവിച്ച് പോകുന്നുണ്ട്. അത് സോഷ്യൽ ഇതാണ് അത് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന റാറ്റ്സ് മറ്റേതിലേക്ക് പോയി പിന്നെ അതിനെ രണ്ടാമത് പാർക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് കൊക്കൈൻ അഡിക്ഷൻ വിട്ടിട്ട് അത് സോഷ്യലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര ഹെവി അല്ലേ? പിന്നെ അത് മനുഷ്യന്റെ കേസിൽ കറക്റ്റ് വരുന്നൊരു സാധനമാണെന്ന് തോന്നുന്നത്. അതെ അല്ലേ? അതെ. ഇപ്പോൾ അങ്ങനെയാണ് റാറ്റ്സിനെ ഈ എക്സ്പെരിമെന്റിൽ, അതുകൊണ്ടാണ് ആ സിമിലാരിറ്റീസ് ഉള്ളതുകൊണ്ടാണ് ഹോപ്പിലേക്കാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. അതെ അതെ. പിന്നെ റാറ്റ്സിൽ ഇപ്പം നടക്കുന്ന എക്സ്പീരിയൻസ് ഞാൻ ഇപ്പോൾ ഇതിനെ പറ്റിയാണ് ലൈഫിന്റെ സ്പാൻ കൂട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്ന എക്സ്പീരിയൻസിലൊക്കെ റാറ്റ്സിനെ പിടിച്ചിട്ടാണ് നോക്കുന്നത്. അതായത് നമ്മളെ ശരീരത്തിലുള്ള ഏതൊക്കെയോ സാധനങ്ങൾ, ഈ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഡെഡ് സെൽസ് ഒക്കെയാണ് നമുക്ക് ഏജ് ആക്കുന്നത്, നമ്മളെ കില്ല് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം അതിനൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സിലൊക്കെ ഇവർ എക്സ്പെരിമെന്റ് ചെയ്യുന്ന റാറ്റ്സിനെ വെച്ചിട്ടാണ്. അത് ഭയങ്കര റിസൾട്ടുകളാണ് വരുന്നത്, ഹെവി റിസൾട്ടുകളാണ്. അപ്പോൾ ഹോപ്പ് അപ്പം നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അതാ ആ സ്റ്റഡി നടന്നോ എന്നുള്ളതോ ആ സ്റ്റഡി കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ അപ്പുറം മാറ്റി വെച്ചിട്ടേ നമ്മളെ ലൈഫിൽ ഹോപ്പുകളുടെ സ്ഥാനം എന്തൊക്കെയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈ സ്റ്റഡി ആയിട്ട് എവിടെയെങ്കിലും ഒത്തു പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഞാൻ അങ്ങനെയാണ് ആലോചിച്ചത്. അപ്പോൾ എൻ്റെ ലൈഫിൽ എവിടെയാണ് ഹോപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ചുറ്റുഭാഗം. എങ്ങനെ എന്താണ് ഇപ്പോൾ നമ്മൾ ഡീപ്പായിട്ട് പോകുന്നില്ലെങ്കിൽ റിലീജിയന് ഭയങ്കരമായിട്ട് ഹോപ്പ് കൊടുക്കുന്നുണ്ട് ആൾക്കാർ. അല്ലല്ല, എൻ്റെ ലൈഫിൽ ബാഡ്മിൻ്റണിൽ അത് എങ്ങനെയാ ഹോപ്പ് എന്ന് പറയാൻ അത് ഹാർഡ് വർക്ക് ചെയ്താൽ പേ ചെയ്യുന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിട്ട് നമ്മൾ റിസൾട്ടിനല്ല ഫോക്കസ് ചെയ്യുന്നത്, ഹാർഡ് വർക്കിലാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ വർക്കൗട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് അപ്പുറത്ത് എന്തായാലും നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യണ്ടെന്നുള്ളിടത്താണ് പോണത്. അത് എത്തിക്കോളും എന്നുള്ള അങ്ങനെയാണ്, അത് വരും എന്നുള്ള പ്രതീക്ഷ ഭയങ്കരമായിട്ട്. ഹോപ്പിക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് കീറ്റ് ചെയ്ത സാധനം കുമ്പളങ്ങി നൈറ്റ്സിലാണ് ഹോപ്പ്. ഇത് മാസീവ് ഹിറ്റ് മാൻ. കുമ്പളങ്ങി നൈറ്റ്സിലെ ഹോപ്പ് പറഞ്ഞത് എനിക്ക് ആ ഹോപ്പാണ് ആ ഫിലിമിലെ. അതായത് അവരുടെ ഒരു ലൈഫിന്റെ സിറ്റുവേഷൻ വെച്ച എന്താ തീട്ടക്കുഴിയിൽ അവർക്ക് സന്തോഷത്തിന്റെ ഒരു നാമ്പിന് പോലും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഡോറില്ലല്ലോ വീടിന്, ബാത്റൂം നീ അത്ര ചെറുതാകല്ലേ, ബാത്റൂം ഉണ്ടല്ലേ, ബാത്റൂം ഉണ്ട്. അതിന് കൂരണ്ടോ? അതില് ബാത്റൂമിന്റെ എന്തോ ഒരു ഡയലോഗും പറയണ്ടല്ലോ, അതിന് കൂരണ്ടോക്കും ചെറുക്കന് ഹെവി സാധനം എന്ത് മറ്റേ എന്താ പറയാ ആ ചെറ്റക്കുടിലാണോ ഇത് പറയാന്നിട്ട് എന്തോ പറയണ്ടല്ലോ ചെക്കനെ. അപ്പോഴാണ് സൗബിന്റെ മറ്റേ താരം വരിക, ഇതായി കാണരുത്, ചെറുതായി കാണല്ലേ, ബാത്റൂം വന്നില്ലേ സ്വച്ഛ് ഭാരത് പറയണ്ടല്ലേ. ചെക്കനാണ് ഹോപ്പ് ഇല്ലാത്തതിൽ തീരെ സജ്ജ് വരെ പാസ്റ്റും ഫ്യൂച്ചറും ഇല്ലല്ലോ, മാത്രമാണ്. ലാസ്റ്റ് ഷോട്ട് ഉണ്ട് ആ മൂവിയിലെ. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഹാപ്പി ആണല്ലോ എന്നുള്ള സാധനം അവർക്ക് സന്തോഷിക്കാൻ ഒന്നുമില്ല ഷൈമേ, അവർക്ക് ജീവിതത്തിൽ സന്തോഷിക്കൊന്നുമില്ല. ഐറ്റങ്ങളെ ജീവിതം നമ്മൾ റിലേറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് ആ പടം അങ്ങനെ ഹിറ്റ് ആയത്. അങ്ങനെ ഹോപ്പില്ലാത്ത ക്യാരക്ടേഴ്സ് ആണോ അത്? നമ്മളാണ് ഇപ്പൊ ആ പൊസിഷനിലെങ്കിൽ നമ്മൾ ഒരിക്കലും ഹാപ്പി ആവില്ല. കാരണം നമുക്ക് സൊസൈറ്റിന് നോംസ് വെച്ചുള്ള ഒരു സാധനമില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം അവർക്ക് അവര് ആ സിറ്റുവേഷൻ യൂസ്ഡ് അല്ലേ. ഹോപ്പില്ലല്ലോ. അതായത് അത് ഹോപ്പ് നമ്മൾ ഓരോ പേഴ്സൺ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല. ഇപ്പൊ നമ്മളിപ്പോ അംബാനി ആലോചിക്കാണ്, അംബാനിന്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് നമ്മളെ മാതിരിയാണ്. അതാണ് പോയിന്റ്. അവർക്ക് അത് ആലോചിച്ചിരിക്കാം, നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ നമുക്ക് അൺഹാപ്പി ആവാം വേണമെങ്കിൽ. അവര് ആ വേസ്റ്റ് കേസ് സെനാരിയോയിൽ നിന്നിട്ട് പോലും അവര് ഹാപ്പിയാണ്. നമ്മൾ ഈ നിൽക്കുന്ന പൊസിഷനിൽ വേണേ അൺഹാപ്പി ആവാം. എന്താലോചിച്ചിട്ട് പോയിന്റ് ആ പടത്തിലെ അംബാനിക്ക് വേണേ അൺഹാപ്പി ആവാം. പക്ഷെ നമുക്ക് നിങ്ങളിപ്പോ ചോദിച്ചില്ല എന്തിനാ റിലേറ്റ് ചെയ്ത് അംബാനിനെ.
സൊസൈറ്റി നോംസിൽ ഹാപ്പി ആവാനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും അംബാനി എന്നുള്ളത് അങ്ങനെയാണ്. നിങ്ങൾ അംബാനിനെ എടുത്തേ അതേ സാധനം തന്നെ നിങ്ങൾ തന്നെ ആൻസർ ചെയ്തു ഇതിനെ. സൊസൈറ്റി നോംസ് വെച്ച് അല്ല ഞാൻ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഉള്ള ക്യാരക്ടേഴ്സിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ പരിപാടിക്ക് കൊണ്ടാൻ പറ്റില്ല ഷൈമാൻ. ഓക്കെ എന്താണ് ദിലീപ് അത് ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് ചെറുതായിട്ട് സംഭവം പോയിട്ടാവും. ആ റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല. ആകെ അവിടെ പോണിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് അവിടെ ഉള്ള സംഭാഷണം റെക്കോർഡ് ചെയ്യണമെന്നാണ് ആകെയുള്ള ഉദ്ദേശം. ഒരൊറ്റ ഉദ്ദേശമുള്ളൂ അവിടെ. അനിയമ്മാവ ചേട്ടമ്മാവ ഇൻഷുറൻസ് പോകുന്ന ആകെയുള്ള ഒരൊറ്റ ഉദ്ദേശമുള്ളൂ അവിടെ റെക്കോർഡ് ചെയ്യാനുള്ള ഉദ്ദേശം മാത്രം. കൊച്ചിനീഫന്റെ ഒരു ക്ലിപ്പ് ഉണ്ടിന്നേ മറ്റേ മണിപിള്ള രാജു പറയണേ ഒരു സാധനം ഏതാണ് കൊച്ചിൻ ഏതാ പടേതാ പടല്ല അയാളൊരു ഇന്റർവ്യൂല് മണിപിള്ള രാജു അയാൾക്ക് ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് അനീഫ് ഖാന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് അത്ര അവരവിടെ ചെന്നൈ അവിടെ എന്തായിട്ട് ഇയാളിങ്ങനെ പടത്തിൽ കയറി വരുന്ന സമയം തോന്നണം. അപ്പോൾ ഇയാൾ ഖുറാൻ തുറന്നിട്ട് അതിനൊരു 10 രൂപ എടുത്ത് വെച്ചിട്ട് പോയി കഴിച്ചു പറഞ്ഞ് നിൽക്കാതെ. അപ്പോൾ മറ്റാൾ കഴിച്ചു വന്നിട്ട് റൂമിൽ നിന്ന് ചോദിക്കണ്ട, അല്ല നിങ്ങൾ കഴിക്കാൻ പോണില്ലേ ചോദിക്കേണ്ടത്. ഇല്ല ഒക്കെ വിശക്കണം ഞാൻ പോകുന്നത്. പിന്നെ രാത്രിയായിട്ടും ഇയാൾ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ കഴിക്കാൻ പോണില്ലേ ചോദിക്കുമ്പോൾ അയാൾ പറയണേ ഇന്റെ അടുത്ത് അതിന് ആകെ 10 രൂപയാണ് ഞാനക്ക് തന്നെന്ന് അറിയണ്ടത്. അപ്പൊ എന്റെ മണിമുളരാജ് ചോദിക്കുകയാണ് എങ്ങനെയാണ് അയാൾ മരിച്ചപ്പോ ഞാൻ കരയാതിരിക്കുക. എനിക്ക് ആ കഥ കേട്ടപ്പോ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നെ കൊണ്ട് കഴിയുമെന്ന് രണ്ടാം കൂടി പോവാം മാക്സിമം അതുവരെ പോകും. ഷെയർ ചെയ്തടിക്കാന്നുള്ളത് അത് മാക്സിമം ആണ്. മറ്റേനൊക്കെ വേറെ മൈൻഡ് വേണം. അപ്പൊ അടുത്ത് മറ്റേ ഹോപ്പ് നമ്മൾ പോയത് കേട്ടോ. ഹോപ്പ് പോയത്. പക്ഷെ ആ സാധനം എന്തുകൊണ്ട് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് നമ്മളെ ലോജിക്കിനെതിരാണത്. പക്ഷെ നമ്മളെ ഡ്രോൺ ആണല്ലോ ആക്ടിനോട്. അത് പർപ്പസ് ആണെന്നുള്ളതാണ് മനസ്സിലായില്ല ലൈഫിന്റെ നമ്മള് ഹോപ്പ് കൊടുക്കുന്ന എന്തെങ്കിലും ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും. അല്ല അതല്ല ഇപ്പൊ അനീഫ് ഖാന്റെ ആക്ടിനോടെ നമ്മളെ ലോജിക്കിനെതിരായിട്ട് പോലും നമ്മള് ഡ്രോൺ ടു ദാറ്റ് ആക്ട് ആണ്. നമ്മള് ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അതെ അവിടെ എത്താനാണ്. പക്ഷെ അല്ല അത് നമുക്ക് പറ്റാത്ത കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് നമ്മൾ അട്രാക്റ്റഡ് ആവുന്നുള്ളത് ഫാക്റ്റ് അല്ലേ. സൂപ്പർ ഹീറോസിനെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് എന്നും ആ ഒരു ഒറ്റ ഫാക്ടർ മേലല്ലേ. അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മളൊക്കെ ആഗ്രഹം ഉണ്ട് എന്നുള്ള സാധനം വേറെ ആൾ ചെയ്യുമ്പോൾ അതാണല്ലോ സൂപ്പർ ഹീറോസിലേക്ക് അട്രാക്റ്റഡ് ആവാനുള്ള മെയിൻ കാരണം. നമുക്ക് ഒരാൾ വന്നിട്ട് നമ്മളോട് ചൂടാ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ആക്ട് ഒരു സോഷ്യൽ നല്ല ആക്ട് ഉണ്ട്. സൂപ്പർ വില്ലനും വരുന്നില്ലേ അല്ലേ? അല്ല സൂപ്പർ വില്ലൻ അത്ര ഇത് ചെയ്യണ്ടോ സെലിബ്രേറ്റ് ചെയ്യണില്ലല്ലോ അത്ര സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ആക്ടുകൾ ചെയ്യാൻ പറ്റാത്ത ആക്ട് പക്ഷെ ഇന്ന ഡ്രോൺ ചെയ്യണില്ല. അല്ല ബോക്സിംഗ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ ഒരു സോഷ്യൽ ഇഷ്യൂ നടക്കുമ്പോൾ നമുക്കത് പ്രതികരിക്കണം. നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ നമുക്ക് എതിരാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യൂല. പക്ഷെ അത് സൂപ്പർ ഹീറോ ചെയ്ത് കാണുമ്പോൾ അതാണ് ആദ്യം പറഞ്ഞതിൽ ഫിറ്റ് ആവണില്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ആക്ടിനോടല്ല അപ്പൊ അത് വരുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ആക്ടിനോടും അത് നമുക്ക് വരുന്നില്ല. നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ആഗ്രഹം. അപ്പൊ എന്റെ ചോദ്യം തന്നെ എന്തുകൊണ്ട് നമ്മൾ അതിനെ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. ആ ഒരു സാധനത്തിനോട് അതിനൊരു ശരിക്കും ഫെയർ ആയിട്ട് അത് ഒരു നല്ല സാധനമാണെന്നുള്ളതും അതൊരു ഡൗട്ട്ഫുൾ ആണ്, ഡിബേറ്റബിൾ ആണ്, ഡിബേറ്ററി അല്ല. അത് അതാണ് ഇപ്പൊ നമ്മളെ എന്താണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. മൊറാലിറ്റി വലിയ ടോപ്പിക്കാണത്. അപ്പൊ അതിൽ തന്നെ വരുന്ന സാധനം ആയിരിക്കില്ല എന്നുള്ളതാണ്. എന്താണ് നമ്മളെ മൊറാലിറ്റി ഇത്ര ഡ്രോൺ ചെയ്യണത്? നമുക്ക് ഇത്ര നമ്മളെ മറ്റേ പാറ്റകളില്ലേ മൊറാലിറ്റിയോട് എല്ലാവരും അങ്ങനെ ഇല്ല കേട്ടോ. ഇപ്പൊ ഒരു സൈക്കോപാത്തിനോ ഒരു സോഷ്യോപാത്തിനോ ആ സാധനം അത് ഇറ്റ്സ് എ ഡിഫറെന്റ് കേസ്. അവരെ അട്രാക്ട് ചെയ്യുന്നില്ല, അവരെ എമ്പതി ഫീൽ ചെയ്യുന്നില്ല. സാക്രിഫൈസുകളെ
സാക്രിഫൈസുകൾ എന്തുകൊണ്ട് നമ്മൾ ട്രിഗർ ചെയ്യുന്നു അതാണ് ചോദ്യം. ഒറ്റതാക്കി പറഞ്ഞാല് അതെ, അത് ആ ഭാഗത്ത് നമ്മൾ ആയിരുന്നെങ്കിൽ നമുക്കത് അത് ഏട്ടൻ പറഞ്ഞ പോലെ ആയിരുന്നെങ്കിൽ വിചാരിക്കും. ആയിരുന്നെങ്കിലാണോ വിചാരിക്കുന്നത്? എനിക്കറിയില്ലത്. ഇപ്പൊ നല്ല ഒരു രവിചന്ദ്രന്റെ ഏതൊരു ഡെത്തൊക്കെ നോക്കുമ്പോഴേ ഡെത്ത് കാണുമ്പോ നമ്മൾ അങ്ങനത്തെ ഒരു ഡെത്ത് നമ്മൾ ചിലപ്പോ മനസ്സിലായി ഒരു ഹെവി ഡെത്ത് കിട്ടണമെങ്കിൽ ഹെവി ഡെത്ത് കിട്ടണമെങ്കിൽ ഒരാള് അങ്ങനെ രക്ഷിച്ച് അങ്ങനെ പോയി പറയുമ്പോ അങ്ങനെ എൻഡിങ് കിട്ടിയിരുന്നെങ്കിൽ സ്റ്റോറിക്ക് എന്നുള്ളതാണ് നമ്മളെ സ്റ്റോറിക്ക്. സാക്രിഫൈസിന് ശരിക്കും ഡ്രോൺ ആവണില്ലേ? എനിക്ക് മൂവിയിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഡ്രോൺ ആവുന്ന സാക്രിഫൈസുകൾ ഭയങ്കര ഇമോഷണലി ടച്ച് ചെയ്യുന്ന സാധനം. അതെ, അതെല്ലാരും അങ്ങനെയല്ലോ. അല്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ റയർ കേസിലല്ലേ ഉണ്ടോ മോസ്റ്റ് ആൾക്കാർ സാക്രിഫൈസ് പോലത്തെ കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റാത്ത, അയാൾ തീരെ ചെയ്യാൻ വില്ലിങ് അല്ലാത്ത ആളായിരിക്കും, എന്നാലും അതിൽ അയാൾ അട്രാക്റ്റഡ് ആവുന്നുള്ളത് ഷുവറാണ്. ഇതില് നമ്മളെ രവിചന്ദ്രൻ്റെ ഏതൊരു ഡിബേറ്റില് ഓപ്പോസിറ്റുള്ള മതത്തിലുള്ള ആള് ആരാന്നൊക്കെ ഓർമ്മയില്ല, അയാൾ പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഭയങ്കര എൻ്റെ ക്ലിക്ക് പോയിരുന്നു. അയാളുടെ ചോദ്യം നല്ല രസമുള്ള ചോദ്യമായിട്ട് തോന്നി. കോഴിക്കോട് എവിടെ ഒരു അഴുക്കിച്ചാലിൽ വീണ 3 ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയോ എന്തോ ഉണ്ട്, കറക്റ്റ് കഥ കറക്റ്റാണോ അറിയില്ല, ഞാൻ പറഞ്ഞില്ല. ഒരാൾ ചാടി രക്ഷിച്ചു, അതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് അയാൾ മരിച്ചു. ലോജിക്കലി നോക്കുമ്പോൾ ഇറ്റ്സ് എ ബ്ലണ്ടർ ആക്ട്, സർവൈവലിന്റെ മേലെയാണ് കയറി കളിച്ചത്. അപ്പോൾ പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആ ആക്ടിനെ? വീണ്ടും എന്തോ നമ്മുടെ ശരീരത്തിലെ ഏതൊരു ഭാഗം അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലേ? ഉണ്ട് അല്ലേ? മെട്രിക്സ് മൂവിയിൽ ഞാൻ ഇപ്പോഴത്തെ എന്നോട് പറഞ്ഞില്ല, അത് മെട്രിക്സ് മൂവിയിലേ ഇപ്പൊ അന്ന് കാണുമ്പോ ഈ പറഞ്ഞ തന്നെ ബുള്ളറ്റിന് മാറുന്നു, മെട്രിക്സിനെ ഓർക്കുന്നതന്നെ പറഞ്ഞാല് മെട്രിക്സിനെ ഓർക്കുന്ന ഡയലോഗും ഫിലോസഫി ഒക്കെ പറയുമ്പോൾ നമ്മൾ അടിച്ചു വിടുമല്ലോ. പിന്നെ ഉണ്ടൊക്കെ മാറുമ്പോഴൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. അത് അച്ഛൻ പറഞ്ഞ ഏറ്റവും വലിയ കോമഡി. അച്ഛൻ പറഞ്ഞല്ലേ ടൈറ്റാനിക്കിനെ പറ്റി പറയണേ, ക്ലൈമാക്സ് വരെ അലമ്പാണ് കേട്ടോ. അപ്പൊ ചെറുപ്പത്തിൽ ഇപ്പൊ അത് കറക്റ്റ് ആയിട്ട് തോന്നണേ, ക്ലൈമാക്സ് വരെ പടം അലമ്പാണ്. ഞങ്ങള് 3 വട്ടം കണ്ടിട്ടുണ്ട് അച്ഛൻ ക്രൗഡിന്ന് ടൈറ്റാനിക്. ക്ലൈമാക്സ് ഒരു അലമ്പാണ്. ഞങ്ങള് ഇൻഡോറിലെ കയറി ചെന്നിട്ടുണ്ട്. കാണേണ്ടത് എന്താണ്? കപ്പല് പൊളിയണത് കാണാനുള്ളൂ. നമ്മള് കേൾക്കുന്നത് അതാണ്. പിന്നെ ഒരു പോയിന്റ് കപ്പല് പൊളിയണത് കാണുന്നില്ല. ടൈറ്റാനിക് കപ്പല് പൊളിയതിനകത്ത് കാണാൻ വയ്യാതല്ലേ. അതേമാതിരി മെട്രിക്സിൽ വരെ എന്താണ് ഏജന്റ് സ്മിത്തിനോട് ഫിലോസഫി പറയുന്നുണ്ട്. അപ്പോൾ ഏജന്റ് സ്മിത്ത് അതിൻ്റെ പ്ലോട്ടിംഗ് ഒക്കെ അറിയില്ലേ, അതിൻ്റെ ഉള്ളിലുള്ളൊരു പ്രോഗ്രാം കോൺഷ്യസ് ആയിട്ട് അത് സിസ്റ്റത്തിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ നിൽക്കുകയാണ്. അങ്ങനെയാണ് നിയോ രണ്ടാമത് പോയിട്ട് ഇവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. നിയോ കോൺഷ്യസ് ആവുകയാണ്. അല്ല, നിയോ ഒക്കെ മെട്രിക്സിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് വരും. അപ്പോൾ മെട്രിക്സ് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ലോകം റൺ ചെയ്യുന്നത്. നമ്മളൊക്കെ മെട്രിക്സിൽ കിടക്കുകയാണ്, എല്ലാവരും സ്വപ്നം കാണിക്കുകയാണ്, റിയാലിറ്റി അല്ല അത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, സെൻറ്റിയൻ പ്രോഗ്രാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാം. അത് ഉള്ളിൽ അത് കോൺഷ്യസ് ആവുകയാണ്. എന്നിട്ട് അത് സിസ്റ്റം ടേക്ക് ഓവർ ചെയ്യാണ്. അത് ഡിസ്ട്രക്ഷനാണ് നോക്കുന്നത്, സിസ്റ്റത്തിനെ നശിപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട് അതിൽ മിസ്റ്റർ ആൻഡേഴ്സൺ എന്നാണ് പറയുക നിയോനെ, നിങ്ങളാണ് എനിക്ക് ലൈഫിൻ്റെ ഇത് മനസ്സിലാക്കി തന്നത്, ഡെത്താണ് ലൈഫിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഡെത്താണെന്ന് പറഞ്ഞിട്ടാണ് അതിൽ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ഡെത്ത് മനസ്സിലായോ? പർപ്പസ് ഓഫ് ലൈഫിൽ ആ ഒരു ഫിലോസഫി വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഡെത്ത് എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചു, അതായിരിക്കും ഡ്രോൺ ആവുന്നത്. കാരണം എന്തായാലും ഗ്യാരണ്ടി ഉള്ളൊരു സാധനം അത് മാത്രമല്ലേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ഡെത്ത് അങ്ങനെയും പറയാം. എനിക്കങ്ങനെ ഫിലോസഫി വെച്ച് കണക്ട് ചെയ്തതാണ്. ഡെത്ത് ആക്ച്വലി ഇല്ലായിരുന്നു എന്ന് പറയുന്നത്. നമ്മൾ ഡെത്ത് ഭയങ്കര ഡെത്ത് അല്ല, ഡെത്ത് നമ്മള് ലൈഫിനെ പറയുമ്പോൾ തന്നെ ഡെത്ത് ഉറപ്പായിട്ടും അതിന്റെ കൂടെ ഉണ്ടായിരുന്ന സാധനം മാതിരിയാണല്ലോ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. പക്ഷെ ആക്ച്വലി ഡെത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മോളിക്കുലർ ലെവലിലൊക്കെ അതിനെ മനസ്സിലാക്കുമ്പോൾ ഡെത്ത് എങ്ങനെ ലൈഫിന്റെ കൂടെ ഒപ്പം വന്ന സാധനമല്ല അത്രേ. ലൈഫിനെ നൊറിഷ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ജോയിൻ ചെയ്ത സാധനം അത്ര ഡെത്ത്. മോനെ അപ്പൊ ലൈഫ് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ആറ്റം പോലെ മോളിക്യൂൾ പോലുള്ള സാധനം തന്നെ ആയിട്ട്
നിൽക്കുകയായിരുന്നു. ഒരു സെല്ലായിട്ട് മൾട്ടി സിംഗിൾ സെൽ ഓർഗാനിസംസിന് ഡെത്ത് അല്ല സംഭവിച്ചിരുന്നത്. എന്താണ് അതിന് സംഭവിച്ചുകൊണ്ടിരുന്നത് എപ്പോഴും അറിയില്ല. അതിന് സ്റ്റഡീസ് ഉണ്ടാവും അറിയില്ല. അത് ഒന്നിന്ന് രണ്ടാവുക ചെയ്തിരുന്നത്. അതായത് ഒറിജിനലായിട്ട് അത് ഉണ്ടായിരുന്നത് അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഡെത്ത് എന്നുള്ള സെൻസിൽ ഒന്നും സംഭവിക്കണില്ല. എവിടെ ഡെത്ത്? ഒന്ന് രണ്ടാവുക ചെയ്തിട്ടുള്ളേ. ഇത് പിന്നെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് ആക്ച്വലി ഡെത്ത് എന്നുള്ള നമ്മളിപ്പോ ഒന്ന് മനസ്സിലാക്കുന്ന സെൻസിലുള്ള ഡെത്ത് സംഭവിക്കുന്നില്ല സെല്ലിന്. പക്ഷേ ഈ ഒരു പ്രോസസ് കൊണ്ട് ഇതിന് നിലനിൽക്കാൻ പറ്റാതെ ആയിട്ട് പിന്നെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്തതിനു ശേഷമാണ് അത്ര ഡെത്ത് വന്നത്. പക്ഷെ അതല്ല അതിന്റെ ബ്യൂട്ടി എന്നുള്ളതാണ് ശരിക്കും. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ സ്ഥിരമായി അല്ലേ, നമ്മള് പണ്ട് ഇമ്മോർട്ടാലിറ്റി എന്ന് പറഞ്ഞ ആ ഒരു സാധനം എല്ലാവർക്കും ചെറുപ്പത്തില് ഞാൻ മരിക്കൂല എന്നുള്ള, അല്ലെങ്കിൽ എനിക്ക് മരണമില്ല, എല്ലാവർക്കും ഓടിയ സാധനം അല്ലേ. നമുക്ക് ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ ഉണ്ടാവില്ലേ മരണമില്ലാതെ കുറെ കാലം കിട്ടണം, ഇമ്മോർട്ടാലിറ്റി. അത് വലുതാകുമ്പോഴും ഉണ്ടാവില്ലേ. അല്ല ആൾക്കാര് അതന്നെയല്ലേ സീക്ക് ചെയ്യണത് തന്നെയല്ലേ മാക്സിമം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തോട് കൂടിയുള്ള ആയുസ് എന്നാണ് എല്ലാവരും സീക്ക് ചെയ്യണത് തന്നെയാണ്. എന്താ സംശയം? കാരണം മരിക്കണം എന്നാരും ആഗ്രഹിക്കണില്ല. മരിക്കണം കറക്റ്റ് ടൈമിൽ ഒരു 60 വയസ്സ് വരെ ഒരാൾ കറക്റ്റ് ജീവിക്കേണ്ടത് വിചാരിച്ചാൽ അയാൾ പിന്നെ 70 ആക്കാനും 80 ആക്കാനല്ലേ നോക്കണുള്ളൂ. അതാണ് അത് ഒരു മിസ്റ്ററി ആട്ടോ. ആൾക്കാർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഡെത്ത് എന്ന് പറയുന്ന സാധനേ ആരും സഹിക്കണില്ല. വളരെ റെയർ ആയിട്ടല്ലേ പോകുന്നുള്ള ആൾക്കാർ ലോക പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ. പിന്നെ മരണശേഷം എന്താന്ന് അറിയാത്ത ഇപ്പൊ മതത്തിലുള്ള ആൾക്കാർക്ക് പോലും അതിന് ഈ അറിവില്ല, ഈ ഇരുട്ടിനോടുള്ള ഒരു പേടിയാണ് അതിനോടുള്ള എനിക്ക് തോന്നുന്നത്. പേടിയും ഹോപ്പും ഒക്കെ ഉണ്ടല്ലോ അതില്. അൺനോൺ സംഭവത്തിനോടുള്ള പേടി മാത്രം. പേടി നമുക്ക് ഇരുട്ടിനോട് സംഭവിക്കുന്ന സാധനമല്ലല്ലോ നമ്മൾ റിലീജിയനിൽ കളിക്കുന്നത്. അവിടെ ഹോപ്പല്ലേ? അല്ല ഹോപ്പ് നമുക്ക് ഇത്ര ഹോപ്പുള്ള ആളത് പെട്ടെന്ന് സെലക്ട് ചെയ്യണില്ല. അതാണ് അവിടെ ലോജിക്ക് വർക്ക് ചെയ്യും. അവിടത്തെ ലോജിക്ക് വർക്ക് ചെയ്യും. അതുവരെ ലോജിക്ക് വർക്ക് ചെയ്യില്ല. അതാണ് പറഞ്ഞാലും അവിടെ പോയിന്റ് ആർക്കും ആവശ്യമില്ല. സ്വർഗം ഉറപ്പിച്ച് അത്രയും നന്മ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിലും മരിക്കരുത് എന്നുള്ളത് തന്നെയാണ് ഓടുന്ന സാധനം. സർവൈവൽ. അല്ലെ പിന്നെ അത്രയും കിളിയൊക്കെ പോയിക്കണം അല്ലേ? അല്ലെ പിന്നെ അത്രയും കിളിയൊക്കെ പോയിക്കണം. എന്നാ ഓക്കെയാണ്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇത് പറഞ്ഞിട്ടില്ലേ ലൈഫിന്റെ ആ സ്ട്രഗിളേ, നമ്മള് ഒരു ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ച ഒരാളെ തന്നെ നടുക്കടലിൽ കൊണ്ടുപോയിട്ട് ഇട്ടാല് അയാൾ ഒരിക്കലും സിങ്ക് ചെയ്യാൻ അയാൾ ട്രൈ ചെയ്യില്ല എന്നാ പറഞ്ഞത്. അത് പെയിനോണ്ടല്ലേ? അത് ശരിക്കും ഡെത്ത് കോറിലേറ്റ് നമുക്ക് വായിക്കാൻ പറ്റും? ഇല്ല. അത് ഡെത്തിനെ നമ്മൾ സംസാരിക്കുമ്പോൾ പെയിൻ നമുക്ക് പേടിയാണ്. അത് വേറെ. എനിക്ക് രണ്ടും രണ്ട് സാധനമായിട്ട് തോന്നി. അത് നമ്മളെ നോർമൽ അല്ല, ആ സമയത്ത് നമ്മുടെ നോർമൽ ചിന്തകളല്ലല്ലോ നമ്മളെ കൊണ്ടുപോകുന്നത്. അതുവരെയുള്ള നമ്മുടെ തോട്ട് പ്രോസസ് അല്ല ആ ടൈമിൽ. വേറെ സാധനം വരുന്നത്. ഈ പ്രേതപ്പടം കാണുമ്പോഴേ അതായത് അതന്നെ ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ പ്രേതപ്പടം പറഞ്ഞ മാതിരി പ്രേതപ്പടം കാണുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഒരു പ്രേതത്തിലൊന്നും ഒരു വിശ്വാസമില്ലാത്ത ഒരാളും പേടിക്കണു? അത് ആ സമയത്ത് അതല്ല. അതായത് ഇപ്പം നമ്മൾ മരണത്തിൻ്റെ കേസ് വരുമ്പോൾ ആ സമയത്ത് നമ്മൾ അതുവരെയുള്ള ലോജിക്കും ഇതും നമ്മൾ അതുവരെയുള്ള തോട്ട് പ്രോസസ്സ് അല്ലല്ലോ ആ സമയത്ത് നമ്മളെ നയിക്കുന്ന സാധനം എന്ന് പറയുന്നത് വേറെ അല്ലേ? അതായത് ആ മരണം വരുമ്പോൾ നമ്മളെ ഒറിജിനൽ ബ്രെയിൻ വർക്ക് ചെയ്യാതെ സിറ്റുവേഷൻ വരൂലേ? പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ല, അങ്ങനെയല്ല ഇത് വരിക എന്നുള്ളത് ചോദിക്കണത്. ഇല്ല. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഭയങ്കര സ്റ്റോറീസ് ആണ് കേട്ടിട്ടുള്ളത്. കാരണം അവരുടെ ലൈഫ് അതിന് ശേഷം ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയുന്ന രീതിയിൽ ചേഞ്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും അല്ലായിരുന്നു അവനെ, പിന്നെ അങ്ങനെ ആയിപ്പോയി. അപ്പൊ എന്താ ലവ് കൂടുന്നുണ്ട്.
ലവ് എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ സാധനം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ചേഞ്ച് വരുന്നുണ്ട്, പോസിറ്റീവ് ആണ് റേറ്റ് എങ്ങനത്തെ ആളുകൾ കുഴപ്പം പറയാൻ പറ്റില്ല, പക്ഷെ ചേഞ്ച് ഹാപ്പൻ ആവുന്നുണ്ട്. ലവ് ഇങ്ങനെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലാതെ അല്ല, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാങ് ചെയ്ത ഒരാളും അത് അതിന് സർവൈവ് ചെയ്യാനല്ലേ നോക്കണുള്ളൂ. അതെ അതെ വന്ന ചിലപ്പോ അല്ല, അത് പെയിനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു പെയിനല്ലേ നമ്മള് ആ സമയത്ത് പെയിൻ ഇല്ലാതെ ഡെത്ത് ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ നമ്മള് രക്ഷപ്പെടാൻ നോക്കൂല എന്നുള്ളതാണ്. ഇനി അതിന് സബ് അറ്റോമിക് ലെവലിൽ നമുക്ക് അതിനെ ഇതാക്കാൻ പറ്റും. അങ്ങനെ അല്ലേ? യൂത്തനേഷ്യ ലീഗലായിട്ടുള്ള കൺട്രീസ് ഉണ്ടല്ലോ, യൂത്തനേഷ്യ ലീഗലായിട്ടുള്ള കൺട്രീസ് ഉണ്ടല്ലോ. യൂത്തനേഷ്യ നല്ല അസിസ്റ്റഡ് സൂയിസൈഡ്, അതായത് നമുക്ക് മരിക്കാനുള്ള നമ്മളെ ചോയ്സ്. സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ അല്ലേ? പിന്നെ സ്വിറ്റ്സർലൻഡിലുണ്ട് മരിക്കാൻ ലീഗലി ഉള്ള അവകാശം അല്ലേ? അതായത് ഒരാളുടെ കോൺഷ്യസ്നെസ് 55-ലുണ്ട് കേട്ടോ, അല്ല 55-ലുണ്ട്. അതെ, ഒരാളുടെ കോൺഷ്യസ്നെസ് ഇപ്പൊ അയാളുടെ ചിന്തകള് വേറൊരാളെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് തീരുമാനം എടുത്താലും ബാക്കിയുള്ളവർക്ക് എന്താന്നുള്ള ചോദ്യമാണ് അവിടെ ഇൻഡിവിജ്വലിന്റെ ഇതിലേ. ഇപ്പൊ ഞാനിപ്പോ വേറെ ആരും ഉപദ്രവിക്കാതെ ഞാൻ എന്റെ ഇതിൽ പോവാണെങ്കിൽ ഞാൻ എന്റെ ബുദ്ധി വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, അതിന് എന്ത് കളിക്കുന്നു, അതിനൊന്നും ഇടപെടാൻ നിങ്ങൾ ആരും വരണ്ടെന്നുള്ളതിലാണ് അവിടെ കളിക്കുന്നത്. അതാണ് വ്യത്യാസം. പക്ഷെ അത് നമ്മുടെ നാട്ടിലില്ലാത്ത എന്താ? നമ്മുടെ നാട്ടിലില്ലാത്ത എന്താ വെച്ചാല് നാട്ടിലെ കഞ്ചാവ് ലീഗലാക്കാൻ ഇപ്പോഴും ആയിട്ടില്ല. കാനഡ പോലത്തെ കൺട്രീസില്, കാരണം അത് യൂസ് ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി ഉണ്ട്. വേറെ ആൾക്കാരെ കുറിച്ചല്ല, നമ്മളടക്കമുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ആ ഓരോ സ്ഥലത്തിന് പറ്റിയ സാധനങ്ങളെ നടക്കുള്ളൂ. ഇവിടെ ഇപ്പൊ കൊണ്ടുപോയ കഞ്ചാവ് എനിക്കറിയില്ല, കഞ്ചാവ് ഇവിടെ ലീഗലാക്കി ആകെ അലമ്പാവൂലേ, എനിക്കറിയില്ല. പക്ഷെ എന്താണ് ഒരു മെഡിക്കൽ ഇപ്പൊ കാനഡയിൽ അല്ലെങ്കിൽ US-ലെ അല്ല ഐ സപ്പോർട്ട് വാട്ടർ എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ദിലീപ് കുപ്പി താഴ്ത്തി സ്റ്റോക്ക് മാർക്കറ്റ് നാളെ ഇൻവെസ്റ്റ് ചെയ്യണോ? അപ്പൊ എന്താ പറഞ്ഞേ? മെച്യൂർ ആയിട്ടുള്ളൊരു സൊസൈറ്റിയിലെ ഇങ്ങനത്തെ അതില് പക്ഷെ എന്താണ് ഇവിടെയൊക്കെ അങ്ങനെ സൂചന കൊടുത്താല് എത്ര അച്ഛനമ്മമാരെയും ഇത് ചിലപ്പം ഓരോ ഫില്ലില്ലാതെ ഇതേ പരിപാടി നടക്കണ്ടോ? അത് ഇപ്പോഴും കേരളത്തിൽ ഇന്ത്യ നടക്കുന്നത് ഇരണ്ടിക്കെട്ടോ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഒരു ഗ്രാമം, അതായത് അവിടെ തമിഴ്നാട് ആ ഭാഗത്താണ് തോന്നുന്നുണ്ട് ആ ഗ്രാമം. അങ്ങോട്ടല്ല, സൗത്തിലാണ് നമ്മളോട് ചാരിട്ടാ തോന്നുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഒരു പ്രായമായി കഴിഞ്ഞാല് എന്താണ് എനിക്ക് കേട്ടറിവാണ്, സംഭവം ഉണ്ടെന്ന് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ മക്കള് ഒരു ടീമിനെ ഏൽപ്പിക്കുമല്ലോ പാരൻസിനെ കൊല്ലാൻ. എന്നിട്ട് മക്കള് ഏൽപ്പിച്ചിട്ട് എന്താണ് ഒരു ടീം രാത്രി വരുമല്ലോ, രാത്രി എപ്പോഴാച്ചാ വരുന്നിട്ട് എന്തൊക്കെയോ ഇളനീരും അങ്ങനെ എന്തൊക്കെയോ കൊടുക്കുന്നതാണ്. കുറെ എടുക്കോ പാവടാ, ഞാൻ പറഞ്ഞു കൊടുക്കും. ഇളനീര് എത്രാമത്തെ ഇളനീര് കാണിച്ചാ പോരുട്ടോ. ഉറപ്പാണ് വണ്ടി കയറി ചോദിക്കുള്ളൂ എങ്ങണ്ടാന്നുള്ളത്. എന്നിട്ട് എന്താണ് എത്രാമത്തെ ഒരു അതിലെന്താ മിക്സ് ചെയ്യുന്നത് എന്താ അറിയില്ല, എത്രാമത്തെ ഒരു എണ്ണ ഉണ്ട്, ഒരു 8 ആണെങ്കിൽ 8 അല്ലെങ്കിൽ 9 ആണെങ്കിൽ അവിടെ എത്തുമ്പോൾ ആള് തന്നെത്താനെ മരിക്കുന്നതാണ്. അപ്പൊ എന്നിട്ട് ഇത് ആദ്യം ചെയ്ത പാരന്റ്സ് ഇപ്പൊ വയസ്സായിക്കണേ, ആദ്യം കുറെ മുന്നേ. അപ്പൊ ഇവരെ മക്കൾ ഇവരെ കൊല്ലുന്നുള്ള പേടിയിൽ ഇവര് സുപ്രീം കോടതിയിലൊക്കെ പോയിട്ട് കേസൊക്കെ പോയിരുന്നു. അപ്പൊ അത് ഹാപ്പൻ ആവുന്നുണ്ട്. പക്ഷെ ഇപ്പോ അത് കുറച്ച് പറയേണ്ട സാധനം തന്നെയാണ്. ഇപ്പൊ ഇത് ലീഗലാക്കുന്നതിനെ പറ്റി പറഞ്ഞില്ല, ഇതിനെ കൊണ്ടുള്ള മറ്റേ ഇപ്പൊ അതിനെ ഇതാക്കി പറയില്ല. പക്ഷെ മെഡിക്കൽ യൂസേ ഇപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള എനിക്ക് അതാണ് മെയിനായിട്ട്. അതായത് ലീഗലാക്കിയില്ലെങ്കിലും ആ മെഡിക്കൽ പർപ്പസിന് ഉണ്ടാവുക കാരപ്പം തന്നെ അതിലെങ്കിലും വേണമെന്നല്ലേ, അതില് റിക്രിയേഷണൽ ആക്കണ്ട. പക്ഷേ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ, പാർക്കിൻസണ്, അൽഷിമേഴ്സ് അല്ലെങ്കിൽ ഡിമെൻഷ്യ ബാധിച്ച ആൾക്കാർക്കൊക്കെ ഇതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ചെറിയ ബെനിഫിറ്റ്സ് അല്ലേ, ഒരു മനുഷ്യത്വപരമായിട്ടുള്ള കാര്യമായിട്ടാണ് എങ്ങനെ ചിന്തിക്കുമ്പോഴും തോന്നുന്നത്. എന്തുകൊണ്ട്
1955 അവർ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അതിന്റെ ഡിവൈസും കാര്യങ്ങളും വേറെ ആയിരുന്നു, കവറൊക്കെ ഉണ്ടായിരുന്നു. വേറൊരു ഏതൊരു വാതകം ഈ കവറിലേക്ക് ഓർഡർ ചെയ്യാം. സൂയിസൈഡിനെ പറ്റിയില്ലേ? അയ്യ എന്താ പറഞ്ഞോണ്ടിരിക്കണേ? ഞാൻ ഡ്രഗിന്റെ എന്തുകൊണ്ടാണ് ഡ്രഗ് അല്ല കേട്ടോ, എന്തുകൊണ്ടാണ് മാരവാന അല്ലെങ്കിൽ ഇത് ലീഗലാക്കാത്ത, കാനഡയിലും ഇവിടെയൊക്കെ ലീഗലാക്കിയപ്പോഴേ എന്തിനാണ് ഇവരിത് ലീഗലാക്കണെന്നുള്ളൊരു ചോദ്യം ചോദിക്കുമല്ലോ നമ്മള്. എന്താണ് ലീഗലാക്കണേ, അതിന്റെ പിന്നിലുള്ള സയന്റിഫിക് ഇത് അത് ഇതല്ലേ? അത് എന്തായാലും ആൾക്കാർ യൂസ് ചെയ്യും. എനിക്ക് ഞാൻ മനസ്സിലാക്കി എങ്ങനെയാണ് യൂസേജ്. ഈ ഇപ്പൊ സൂയിസൈഡ് ചെയ്യുന്നതാണ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളത്. അത് വേണ്ടേ? അത് വില്ലിംഗ്ലി അല്ലേ? വില്ലിംഗ്ലി ഇപ്പൊ ദയാവധത്തിന് ഇപ്പൊ ഒരാൾക്ക് കൊടുക്കാൻ എത്ര കടമ്പകൾ ഒരാൾ, അത് അയാൾ വില്ലിംഗ്ലി വേണം, വേറൊരാളുടെ കൺസെന്റിലാവരുത്. അത് കൊടുക്കാനുള്ള ബോധമെങ്കിലും അയാൾക്ക് വേണം എന്നുള്ളത്. അതുകൊണ്ടല്ലല്ലോ ഇവിടെ അത് ചെയ്യാത്ത. ഇവിടെ ബോധമുള്ളവർക്കും കൊടുക്കണില്ലല്ലോ. ഇല്ലേ? അവര് മനുഷ്യത്വരഹിതാണ് ആ ആക്ടിനെ പറയുന്നത്. പക്ഷെ നമുക്കത് ആലോചിക്കുമ്പോൾ ഏറ്റവും അതുകൊണ്ടല്ലേ ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിനെ കുറിച്ച് ഇത്ര ആലോചിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ വരണമെങ്കിൽ അതാണ് ഇവര് ഇപ്പൊ അതൊന്നും നിങ്ങൾക്ക് ശരിയല്ല എന്ന് പറയാനേ ഇവർക്ക് അധികാരമില്ല എന്നുള്ളതാണ്. കാരണം ഈ നായികൾ എന്താ ചെയ്യുന്നത്, ഗവൺമെന്റ് എന്ന് പറയുന്ന ആൾക്കാരെന്താ ചെയ്യുന്നത്? അനങ്ങിയ യുദ്ധം ഉണ്ടാക്കുക, അപ്പുറത്ത് പോയി തല്ലിവിടുക, മതം പറഞ്ഞ് അടുപ്പിക്കുക. എന്നിട്ട് ഓര് നമ്മളോട് പറയാണ് ഇങ്ങക്ക് ഇതൊന്നും നല്ലതല്ലാതെ. അപ്പൊ ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ നമ്മളെ കോൺഷ്യസ്നസ് വെച്ച് എന്ത് ചെയ്യണം എന്ന് പറയാനുള്ള ഒരു അധികാരമില്ല എന്ന് എനിക്കറിയാം. എവിടെ അല്ലാത്തത് ദിലീപ്, എവിടെ അല്ലാത്തത്? ഏറ്റവും വലിയ കോർപ്പറേറ്റ് ആണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. കച്ചവടം ചെയ്യല്ലേ? എന്തായി പറയണേ? ലഹരി മുക്തമാക്കണം കേരളം, എല്ലാ ലഹരിയും തുടച്ചു നീക്കട്ടെ. ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ കള്ള് ലീഗലി അവര് വിൽക്കുന്നത്? ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഇതിലാണ്, കള്ളിലാണ്. ലോകത്തെ ഏറ്റവും എന്താണ് അഡിക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗില് രണ്ടാമതായിട്ട് കിടക്കുന്ന സാധനം ആൽക്കഹോൾ. ഇത് ചിലപ്പോ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു സോഷ്യലി അടിക്കുന്ന ആൾക്കാർക്ക് അത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നു. ഭയങ്കര പ്രശ്നമാണത്. പക്ഷെ ബാൻ ചെയ്തിട്ട് പിന്നെ രണ്ടാമത് കള്ളവാറ്റ് തുടങ്ങിയിട്ടുള്ളത് ഗവൺമെന്റ് ലീഗലാക്കിയത്. ഇന്ത്യയിൽ ഒരു ബാൻ വന്നിരുന്നല്ലോ പണ്ടെങ്ങാനോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ഞങ്ങളൊന്നും ചെയ്തു. സാധന നന്നായിക്കണോ? പിന്നെ അടിപൊളി സാധനമാണത്. നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ അതൊക്കെ. എനിക്ക് ഓർമ്മയില്ല. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കത് ഓർമ്മയില്ല. അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? എല്ലാ രാജ്യങ്ങളും ട്രൈ ചെയ്തിരുന്നു. പക്ഷെ എന്താ വെച്ചാല് വരുമാനം ഉണ്ടല്ലോ, പെരുംജാതിയാണ് അതില്. അതുകൊണ്ടാണ് വരുന്നത്. വരുമാനം തന്നെയാണ് മെയിൻ. പിന്നെ പറഞ്ഞ മാതിരി കള്ളവാറ്റ്. കൊറോണ ടൈമിലൊക്കെ എന്ത് തുറന്നിട്ടില്ലെങ്കിലും അത് തുറന്നല്ലോ. ഇതൊക്കെ പറഞ്ഞു. അതിലും വലിയ അസുഖമുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടോന്നുണ്ട്. എനിക്ക് ഓർമ്മയില്ലേ? അതായത് ആൾക്കാർക്ക് മാനസിക പ്രശ്നം വരും എന്ന് പറഞ്ഞിട്ടാണ് തുറന്നു കൊടുത്തത്. ഒക്കെ അഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റേ കാസർഗോഡൊക്കെ ആൾക്കാർ കിഡ്നിക്ക് മറ്റേ ഡയാലിസിസ് ഒക്കെ ചെയ്യാതെ കുടുങ്ങി കിടന്നു. അന്ന് ആലോചിച്ചൊക്കെ മറ്റേ സാനിറ്റൈസർ കുടിക്കണ പരിപാടി ഉണ്ടായിരുന്നല്ലോ. സീരിയസ്ലി അത് കണ്ടില്ലേ ജി? സാനിറ്റൈസറിന്റെ ബോട്ടിൽ വാങ്ങിയിട്ട് നേരെ സാധനം അടിക്കണ മാതിരി അടിക്കണേ. എന്നിട്ട് ന്യൂസിൽ റിപ്പോർട്ടർമാർ വന്ന് ചെന്ന് ചോദിക്കുമ്പോഴേ അടിപൊളിയാണ് സാധനം, കറക്റ്റാണല്ലോ, അടിച്ചു കഴിഞ്ഞാൽ സെറ്റാണെന്ന്. പണ്ടടിച്ച ന്യൂസിൽ വന്നിട്ട് ചോദിക്കുമ്പോൾ വന്ന് പറയണതാണ് ആൾക്കാർ ക്യാമറയിൽ വന്നിട്ട് അതടിച്ചിട്ട്. പ്ലസീബോ ആയിരിക്കും. പ്ലസീബോ എഫക്റ്റ് ആയിരിക്കും. അല്ല, ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടല്ലോ അല്ലേ? അതാണ് ശരിയാ. പക്ഷെ എന്നാലും അത് യൂസ് ചെയ്തിരുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ഔയന്മാര് സാധനമായിരുന്നത്. മറ്റേതിൽ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇത് ഈ ഓട്ടിസത്തിനും ഈ ഡിമെൻഷ്യക്കൊക്കെ ഇത് മെഡിസിനലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല മറ്റേത് വെച്ചിട്ടുള്ള കണക്ട് ചെയ്ത് ചില വീഡിയോസ് ഉണ്ട് അത്ഭുതപ്പെടുത്തുന്ന. ഒരു കുട്ടിയുടെ ഒരു വീഡിയോ ഉണ്ട്. ഈ കുട്ടിക്ക് ഇങ്ങനെ ഈ കുട്ടി സ്വന്തം തലയിലടിക്കണ. അപ്പോൾ ബേസിക്കലി നമ്മളിതൊക്കെ ഒന്നാമത് ഇപ്പോൾ നമ്മളെ ഫാമിലിയിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ റൂട്ട്സൊക്കെ അന്വേഷിച്ച് പോകും ശരിക്കും. എന്താണ് ഇപ്പോൾ ഈ ഓട്ടിസം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും
അപ്പോൾ നമുക്ക് ഇത് വയബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷനായിട്ട് കാണുമ്പോൾ നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാനും പോലും ഒരു സംവിധാനം ഇല്ലയെന്നാ തോന്നുന്നു. ചിലപ്പോൾ ഇറങ്ങാഞ്ഞിട്ടാവും, ചിലപ്പോൾ മെഡിസിനിൽ ഉണ്ടാവും, പക്ഷെ അത് അതിനൊരു വേറൊരു രീതിയിലാണ് കാണുന്നത്. പക്ഷെ പല രാജ്യങ്ങളും സൈക്കഡെലിക്സ് ഒക്കെ അതിന്റെ ആ ഒരു പോസിറ്റീവ് സെൻസിൽ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി. ഈ പറഞ്ഞാൽ ശരിയാ, അതിന്റെ സൊസൈറ്റി അതിനനുസരിച്ചുള്ളതാവണേ. ഇതിപ്പോൾ നോക്കി കുട്ടികൾക്കൊക്കെ ലൈക്ക് 7ലും 5ലും 6ലും പഠിക്കുന്ന കുട്ടികളിലൊക്കെ എന്താണ് എന്ത് തേങ്ങയാണ് എങ്ങനെ ലൈക്ക് എങ്ങനെ തോന്നണല്ലേ. ഫ്രണ്ടൽ എന്താ ഇത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അത് 30-40 കഴിയുമ്പോഴൊക്കെ തന്നെ ഡെവലപ്മെന്റ് ആവുള്ളൂ അല്ലേ? It makes all sense. ഞാൻ മനസ്സിലാക്കിയപ്പോ അതിനൊരു ശ്രുതിനൊക്കെ നോക്കുമ്പോ വൈഫാണ്, പുറത്തുനിന്നുള്ള ആളല്ലോ സാധനം മനസ്സിലാക്കിയ ശേഷം എനിക്ക് കുറച്ചുകൂടെ ഓളെ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ആ തലയിൽ ഇങ്ങനെ കുറച്ച് ഉള്ളമാരൊക്കെ കാണിച്ച് അങ്ങനെ കാണുന്നു. അത് ചക്രം തുറക്കുന്നുണ്ടല്ലേ? 30 തുറന്നു വരുന്നത്. അല്ല, ഇവന്റെ 30 തുറന്നുണ്ടോന്നുള്ള നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പുറത്തുനിന്ന് ശ്രുതിനോട് വെക്കണ ചിലപ്പോ ഇവന് കറക്റ്റ് തുറന്നിടോന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ഇതാണ് ഇപ്പൊ ഈ ഗോസ്റ്റ് തന്നെ ഞാൻ എഴുതി വെച്ചിരുന്നത്. ഈ പ്രേതപ്പടം കാണുമ്പോഴേ ഞാൻ ചോദിക്കണം വിചാരിച്ചേ, ഒരു പ്രേതപ്പടം കാണുമ്പോഴേ ഇപ്പൊ നമ്മളൊരു ഇത് വരില്ല, അങ്ങനെ ഉണ്ടാവില്ല. ആ ഒരു പ്രേതം വരുമ്പോഴേ എന്തായിരിക്കും നമ്മളെ ആ ഒരു നല്ല പേടിയായിരിക്കും, വിളിക്കും ഞാൻ, അല്ലേ? ഉറപ്പല്ലേ? പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാല് നമ്മളെപ്പോഴും പേടിക്കും. പടം തീർന്നു വരാൻ പേടിക്കും. പടല്ല, പിന്നെ ഒരു നേരിട്ടുള്ളൊരു പ്രേതത്തോട് ഇന്ററാക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞത് ഇപ്പൊ അതിന്റെ മറ്റേ നേരത്തെ ഒരു പ്രേതം നമ്മളെ മുന്നിൽ വന്നു വിചാരിക്കാം, ഹൈപ്പോത്തറ്റിക്കലി. നമ്മൾ ആ ഫിയർ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സാധനത്തേക്ക് നമ്മൾ എത്തൂലേ എന്നുള്ളതാണ്. പ്രേതത്തിനെ പറ്റി കടിക്കലും ഇതില്ലേ, അല്ല അൺകോൺഷ്യസ് ആവുന്ന ആൾക്കാരുണ്ട്. പേടി നിറകേറിയ അൺകോൺഷ്യസ്. പ്രേതത്തിനെ പറഞ്ഞ മാതിരി പണ്ടൊക്കെ പേടിയായിരുന്നെങ്കിൽ ഇപ്പൊക്കെയാണ് പ്രേതം പോട്ടെ. അല്ല, പ്രേതപ്പടങ്ങൾ ഇന്നത്ര എക്സൈറ്റ് ചെയ്യിപ്പിക്കണില്ല ഇപ്പൊ. ഓക്കെ, പ്രേതപ്പടം പോട്ടെ. ഞാൻ നേരിട്ടുള്ളൊരു സിനാരിയോ ആണ് ഞാൻ പറയുന്നത്. ഒരു കടുവന്റെ മുന്നിൽ നമ്മൾ പെട്ടു, ഗ്രൗണ്ടിലാണ്, 0 ചാൻസ് ഓഫ് സർവൈവൽ. നമ്മൾ ഓടിക്കഴിഞ്ഞാൽ കാര്യമില്ല, കടുവ മുന്നോട്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ ആണ്ട് നിന്നൊടുക്കാൻ നമ്മൾ വേണമെന്നെങ്കിൽ ചാൻസ് വളരെ കുറവാണെങ്കിൽ നമ്മൾ ആ ഒരു ഫിയറിനെ ഓവർകം ചെയ്തിട്ട് പൊരുതും, അത് ഓടലിനെ നോക്കാം. ശരി, പല ആൾക്കാർക്കും അൺകോൺഷ്യസ് ആവുന്ന അതാണ് ഉണ്ടാവും, ഓടുന്ന ആൾക്കാരുണ്ടാവും, ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. പിന്നെ ഒരു ചാൻസ് എടുക്കാൻ തോന്നുന്ന വളരെ ഒരു പെർസെന്റേജ് ഓഫ് ആൾക്കാരുണ്ടാവും അങ്ങോട്ട്. അതൊന്നും വിചാരിക്കുന്നില്ലേ, കടുവല്ലേ ഒന്ന് പിടിച്ചേക്കാം. ഓടുന്ന ആൾക്കാരുടെ ആയിരിക്കും മെജോറിറ്റി. മനുഷ്യന്മാരെ സർവൈവലിന്റെ ഭാഗം പറയുന്നുണ്ട്. ഒരു കടുവ വരികയാണെങ്കിൽ മനുഷ്യന്മാരിങ്ങനെ കൂട്ടത്തോടെ നിൽക്കുക വിചാരിച്ചോ, കൂട്ടത്തിലാണല്ലോ എപ്പോഴും സർവൈവ് ചെയ്യുക. അപ്പൊ കടുവണ് വരുന്നോട് ചിതറിയോടും. അപ്പൊ ചിതറി ഓടുമ്പോ എന്താ വെച്ചാല് കടുവക്ക് ഒറ്റൊന്നിനെ ടാർഗറ്റ് സർവൈവൽ ചാൻസ് കൂടുതലാണ്, കാരണം ഒരാളെ പോകുള്ളൂ. പക്ഷെ ഒരേ വൈക്ക് പോയുള്ള കോൺഷ്യസ്ലി ചെയ്യുന്ന സംഭവം ആക്ട് ആണ് അത്. അല്ലല്ല, ആണോ? അതിതാണ്, അത് നമ്മളെ ഉള്ളിലുള്ളതാണ്. അതായത് കടുവ വരുമ്പോ എനിക്ക് തോന്നുന്നില്ല, അതായത് ആ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ സാധനം ഉണ്ടാവില്ല. നമ്മളിപ്പം അത് കാട്ടിലൂടെ മനുഷ്യൻ നടക്കുമ്പോ ഈ ചമ്മലെ കൂടെ ചവിട്ടി നടക്കുമ്പോ നമ്മളതല്ലാത്തൊരു ചമ്മല സൗണ്ട് കേട്ടാലും മനുഷ്യൻ അലർട്ടാവും. അത് നമ്മൾ സീക്ക് ചെയ്താണ്, അത് കടുവയാണ്. ആ സൗണ്ടിന് നമ്മള് ഇതാണ്, അത് പിന്നെ ജനറ്റിക്കലി ആയിപ്പോ നമ്മള് സൗണ്ട് കേട്ടാല് നടക്കുമ്പോ സൗണ്ട് അലർട്ടാവും. അതല്ല ഞാൻ പറഞ്ഞത്, ഈ ചിതറി ഓടുന്ന സംഭവം എന്ന് പറയുന്നത് അത് കോൺഷ്യസ്ലി ചെയ്യോ ആ ഒരു ടൈമിൽ? ചിതറി ഓടിയാലോ എന്നല്ല, നമ്മളെപ്പോഴും എന്താ വെച്ചാൽ നമ്മള് ഒറ്റയ്ക്കുള്ള സർവൈവലാണ്. അത് ഒറ്റയ്ക്ക് ഓടണമെന്ന് വിചാരിച്ചിട്ട് ഓടില്ല, അയാൾ ഓടുന്ന ഒരു ഡയറക്ഷൻ റാൻഡമായിട്ട് പലർക്കും പലരുതായി പോകുന്നതാണ്. അങ്ങനെ സർവൈവൽ ചാൻസ് കൂടുതലുള്ള ഓപ്ഷൻ നമ്മള് ഇതിൽ വരിക. കടുവ ആദ്യം വന്ന് എല്ലാരും ഒരുമിച്ച് ഓടി, ഒരേ ഡയറക്ഷനിൽ ഓടി, അപ്പൊ കുറെ 10 പേര് മരിച്ചു. അങ്ങനെ വീണ്ടും ഓടി, ഇതേ സംഭവം നടക്കുന്നത്. പിന്നെ മേ ബി ഇതൊരു ഇത് മാത്രമാണ്, ഹൈപ്പോത്തറ്റിക്കലിയാണ്. പിന്നെ ഇങ്ങനെ ചെതറി ഓടുമ്പോ ചിലപ്പോ 5 പേര് മരിക്കുന്നുണ്ടാവുള്ളൂ. അതിന്ന് ഡെവലപ്പായ സാധനം ആയിരിക്കാൻ ഭയങ്കര സാധ്യത ഉണ്ട്. സംശയമാണോ? അപ്പൊ നിങ്ങൾ എന്താ പറയുന്നത്?
നമ്മളെല്ലാതും അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേടിയിൽ നമ്മളെ ബുദ്ധി നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാൻ അല്ല ഒരുമിച്ച് അതിനെ, അതായത് എല്ലാവരും ഒരുമിച്ചിട്ടാണോ ഒറ്റയ്ക്കാണോ ഓടണം എന്നുള്ളതൊന്നും ചിന്തിക്കണില്ല, കിട്ടിയ ഡയറക്ഷനിൽ ഓടുക എന്നുള്ളതല്ലേ. അപ്പം ഒരുമിച്ച് ഓടാനുള്ള സാധ്യത അവിടെ ഇല്ലേ? കുറച്ച് ഈ ആലോചിച്ച് കടുവ പറഞ്ഞതാണെങ്കിലേ ഒരുമിച്ച് ഓടാനുള്ള സാധ്യതയും ആ പെർമുട്ടേഷനിൽ ഉണ്ടല്ലോ, ഉണ്ട്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. സംഭവിക്കൂലേ? ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ കടുവ എന്നുള്ള സംഭവം ഒരു അതിൻ്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% നമ്മൾ മനുഷ്യനെ തിന്നൊരു കടുവയാണെങ്കിൽ എന്തായാലും 100% ആള് പോയി എന്നുള്ള ഉറപ്പാണ്. ഇല്ല തിന്നൂല. മാനീറ്റേഴ്സ് വേറെ തന്നെ ഉണ്ട്. അതെന്താ അറിയോ, അതിനൊരു സ്റ്റോറി പറയട്ടെ. അതായത് ടൈഗർ ജനിച്ചു വളരുമ്പോൾ അതിൻ്റെ അമ്മ ആണ് അതിനെ പഠിപ്പിക്കുക. അപ്പോൾ ഈ മാനീറ്റർ ആയി കഴിഞ്ഞാൽ ഉടനെ അതിനെ തീർക്കുകയോ പിടിക്കുകയോ ചെയ്യും മനുഷ്യൻ. കാരണം ഒരു പ്രാവശ്യം മാനീറ്റർ ആയി കഴിഞ്ഞാൽ മനുഷ്യനെന്ത് വീക്കാന്നുള്ളത് കടുവ മനസ്സിലാക്കും. അപ്പോൾ ഈ മാനീറ്റർ അല്ലാത്തത് എന്നാൽ ഈ അമ്മമാർ പഠിപ്പിക്കുന്നത് മനുഷ്യനെ കാണുമ്പോൾ വിട്ടുപോകാനാണ്. മനസ്സിലാക്കി കില്ലയോ കളിക്കണ്ട. അപ്പൊ ഇതിന് പാരമ്പര്യമായിട്ട് ഇത് കൊടുക്കുന്നത് അങ്ങനെയാണ്, മനുഷ്യനെ കാണുമ്പോൾ വിട്ടുപോവാ. അപ്പൊ എവിടെയെങ്കിലും വെച്ചിട്ടോ മനുഷ്യനെ ആക്രമിക്കുമ്പോഴാണ് അവന് മനസ്സിലാവുക, എന്ത് കടുവയ്ക്ക് മനസ്സിലാവുക മനുഷ്യന് സിമ്പിളാണ്. അപ്പൊ ഒരു പ്രാവശ്യം അങ്ങനെയാണോ അത്? അങ്ങനെ തന്നെയാണോ? സ്റ്റഡി അല്ല, അത് കടുവന്റെ അമ്മ ഇതിന്റെ അല്ല, മനുഷ്യനെ കാണാത്തൊരു കടുവയാണെങ്കിലോ? കാട്ടിൽ മാത്രം ജീവിച്ചിട്ടുള്ള ഒരു കടുവ അല്ലല്ല, അറിയാത്തതിനെ അവോയ്ഡ് ചെയ്യാന്നുള്ളതായിരിക്കും പോയിന്റ്. അതെ, കാരണം ഒരു ജന്തുവിനെ അറിയാത്തതിനെ അവോയ്ഡ് ചെയ്യാൻ ഐറ്റങ്ങൾ മനുഷ്യനായിട്ട് ഇന്ററാക്ട് ചെയ്യിപ്പിക്കൂല അമ്മമാര്. ഡേഞ്ചറാണ്. അങ്ങനെയല്ല, ഒരു ഉൾക്കാടിലുള്ള ഒരു കടുവയ്ക്ക് മനുഷ്യനെ കാണാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷെ അപ്പോഴും ഈ മനുഷ്യന്റെ അടുത്ത് വരുമ്പോ അത് അറ്റാക്ക് ചെയ്യൂല മനുഷ്യനെ എന്ന് പറയാം. ഇല്ല, കാരണം അവോയ്ഡ് ചെയ്യും. അതെന്താ വെച്ചാൽ അതിനറിയാത്ത സാധനമാണ് അപ്പുറത്തുള്ളത്. അതായത് അതിന് ഓരോന്നിനെയും അതിനെ എങ്ങനെ പിടിക്കണം എന്നും നേരിടണം എന്ന് പഠിച്ചിട്ടുണ്ടാവും. പരിചയമില്ലാത്ത സാധനത്തിന് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ മാൻ കൈൻഡിനോ മനുഷ്യന്മാരോട് അതിന് പ്രത്യേകിച്ച് പേടിയൊന്നും ഉണ്ടായിട്ടല്ല. പേടിയുണ്ട്. അല്ല, മനുഷ്യൻ എത്ര ഡേഞ്ചർ ആണെന്നുള്ളത് കാട്ടിൽ മാത്രം മനുഷ്യനെ കാണാത്തൊരു ജീവിക്കാൻ എങ്ങനെ മനസ്സിലാവും? അതെ, ഇങ്ങനെ എന്താ പറയണ ഇത് മനുഷ്യന്മാരെ ഇത് ഡാറ്റ അല്ല, ഞാൻ കുറെ വേട്ടക്കഥകൾ വായിച്ചിട്ടുള്ള. അല്ല, ഞാനായിന്ന് കേട്ടിട്ടുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കടുവ ഈ മാനിറ്ററായി മാറുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ ഞങ്ങൾ കഥ പറയണ്ട കേട്ടോ. അല്ല, അല്ല, ഫ്രെയിമിൽ ആളില്ലല്ലോ. ഫ്രെയിമില് ഓൻ മൂത്രയ്ക്കാൻ പോയതല്ലേ നിങ്ങൾ പറയും. അല്ല, ഓനല്ലേ കേൾക്കേണ്ടത്. ഓനല്ലേ മെയിനായിട്ട് ചോദിച്ചത് കടുവ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെയല്ല, കേട്ടിട്ട് വേണ്ട ഓൻ അതിന്റെ മറുപടി പറയാൻ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്ന പോയിന്റ് എനിക്കറിയാം. ചില കടുവകള് ഹെൽത്തി ആയി നിൽക്കുമ്പോൾ തന്നെ മാനീറ്റേഴ്സ് ആവും. അതെങ്ങനെയാ അറിയോ? ഇതിന്റെ അമ്മ ഇതിനെ പഠിപ്പിക്കും. അമ്മ മാനീറ്റർ ആയിരിക്കും. അപ്പൊ അമ്മ മനുഷ്യനെ പഠിപ്പിച്ചിട്ട് അതിന്റെ മെനുവിൽ ആഡ് ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള കടുവകൾ തന്നെ മാനീറ്റേഴ്സ് ആവുമ്പോൾ ഇവര് സംശയം പറയുന്നത് ചിലപ്പോൾ അമ്മ മാനീറ്റർ ആയോണ്ടായിരിക്കും എന്ന് പറയും. മനസ്സിലാക്കേ? കാരണം ഈറ്റങ്ങളെ സർവൈവലാണ്. ഈറ്റങ്ങൾക്ക് ഈഗോ ഇല്ലല്ലോ. എന്ത്, ഒരു മാനിന്റെ പിന്നാലെ പോയിട്ട് ആ മാനിനെ കിട്ടിയില്ലെങ്കിൽ ആ മാനിനെ തന്നെ ഈഗോ ഉണ്ടെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല ഈറ്റയ്ക്ക്. ആ മാനിന്റെ വെട്ടിച്ചു, അത്ര ചെറിയൊരു സാധനം വെട്ടിച്ചു. സർവൈവലാണല്ലോ കളിക്കണേ. അപ്പൊ തള്ളകളെ ഈ തള്ളക്കടുവകളെ കണ്ടിട്ടാണ് ഈറ്റങ്ങൾ ഫുള്ള് പഠിക്കുക. പിന്നെ എന്താണ്, ഇടയ്ക്ക് തന്ത അറ്റൻഡ് ചെയ്യും മക്കളെ. മറ്റേ സുന്ദർബനിലോ ഇവിടെയുള്ള ഒരു സലീം എന്ന് പറഞ്ഞൊരു കടുവൻ്റെ കഥ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അമ്മ ചത്തുപോയിട്ട് 2 പെൺ കടുവക്കുട്ടികളെ സലീം ദത്തെടുത്തു. അതായത് ഒരു പെൺകടുവ നോക്കുന്ന പോലെ ഹണ്ടൊക്കെ ചെയ്തിട്ട് പാരൻ്റായിട്ട് ആൺകടുവ നോക്കുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു പണ്ട് NDTV. ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് തോന്നുന്നൊരു സാധനമായിരുന്നു. കടുവകളുടെ ഇതിൽ കാണാത്തൊരു സാധനമാണ്. കടുവകളുടെ നല്ല പൊതുവെ ജീവികളിൽ കാണാത്തൊരു സാധനമല്ലത്.
അല്ലേ നമ്മളെ ലയൺസും ഇതൊക്കെ ഇതല്ലേ പാരൻസ് എപ്പോഴും പാരൻസ് അത് ഇണയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടുള്ള സംഭവിക്കണല്ലേ, അല്ലാതെ ജീവികൾക്ക് അല്ലാതെ ജീവികൾക്ക് അങ്ങനെ ഒരു ഇതില്ലല്ലോ. എന്താണ് ഇപ്പോൾ മെയിൽ ലയൺസിൻ്റെ പ്രൊട്ടക്ഷനിലാണ് കബ്സ് വളരുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള പ്രൈഡ് ആണെങ്കിൽ സർവൈവൽ ചാൻസ് കൂടുതൽ. സ്ട്രോങ് ആയിട്ടുള്ള പ്രൈഡ് അല്ല, സ്ട്രോങ് ആയിട്ടുള്ള പ്രൈഡ് ലീഡേഴ്സ് ആണെങ്കിൽ സർവൈവൽ ചാൻസ് കൂടുതലാണ് കിഡ്സിന്. കാരണം ആ കിഡിൻ്റെ സർവൈവൽ, അവരുടെ ജീനിൻ്റെ സർവൈവലാണ് അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതെ. കടുവ സിംഹം എന്നൊക്കെ പറഞ്ഞാൽ എന്താ വല്ലപ്പം വെച്ചിട്ടാണ്. കടുവ ഇതേമാതിരി ഹണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തുമ്പോഴാണ് ഇത് മാനിറ്റേഴ്സ് ആവണത്. അങ്ങനെ മാത്രമല്ല, ചിലപ്പോൾ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ട് സ്വാഭാവിക അതാണ്. അതായത് ഇപ്പോൾ പറഞ്ഞിട്ട് മുള്ളമന്തിനൊക്കെ അറ്റാക്ക് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലേ? മുള്ളമന്തി മുള്ളൊക്കെ ഇട്ടിട്ടേ മുള്ളമന്തി ശരിക്കും പറത്തത് അത് എത്ര ദൂരത്തേക്ക് വരെ എറിയാൻ പറ്റുന്നല്ലോ പറയണതിന്. അതിന്റെ എന്താ ഇപ്പൊ അടുത്ത് എവിടെ കണ്ടപ്പോൾ സയന്റിഫിക്കലി പറ്റില്ല എന്നൊക്കെ കേട്ടെ. അത് കോട്ടയും അത് മുള്ളമന്തിയുടെ മുള്ള ഒരു വെള്ളയും കറുപ്പൊക്കെ ഉള്ള സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മിനിറ്റ് ാണ് ഞാനും നിൽക്കുന്നത്. ഫുൾ അപ്ലോഡ് നോക്കാം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തിട്ട്. അതാണ് നമ്മള് സത്യം ഞാനൊരു പാടാ മൈരോളെ. ക്രിക്കറ്റിൽ ഇപ്പൊ പറഞ്ഞാല് ഇന്ത്യ ഇപ്പൊ കപ്പടിക്കൽ തുടങ്ങിയ എപ്പോഴാ? ഞാനെ കളി നിർത്താൻ കൂട്ടിലങ്ങാടി സത്യം വിരമിച്ചോ അല്ലെ? ഇന്ത്യ കളി സത്യം നമ്മളൊക്കെ ഭയങ്കര പാഷനില്. അയ്യോ, അതായത് അന്ന് പക്ഷെ അന്ന് എതിർ ടീമുകൾ അത്രയും ശക്തരായതുകൊണ്ടാണ് നമുക്ക് അന്ന് കപ്പടിക്കാൻ മാത്രമുള്ള ടീം ഉണ്ട് നമ്മൾ ശരിക്കും, അല്ലേ? പിന്നെ സച്ചിനും ഗാംഗുലികളുടെ ടീം എന്തായിരുന്നു പറഞ്ഞത്? സേവാഗ്, ഗാംഗുലി, അതേമാതിരി തന്നെ അപ്പുറത്തുണ്ടായിരുന്നു ബാക്കിയുള്ള ടീമുകൾ. പക്ഷെ ഇടുവായിരുന്നു അന്ന്. അഗെയിൻസ്റ്റ് ഓഡ്സ് അവരെ നമ്മൾ തോൽപ്പിച്ചിട്ടുണ്ട്. അതാണ് പൃഥ്വിരാജ് ഭയങ്കരമായിട്ട് സാധനം പറയുന്നത്. അതൊക്കെ ഭയങ്കര ഇംപ്രസീവ് ആയിരുന്നു. ഓസ്ട്രേലിയൻ ടീം ഇരിക്കാൻ പോവാന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. പീക്കിൽ നിൽക്കാണ്. അപ്പൊ അവരെ ഏജ് വെച്ചിട്ട് ഹൈഡന്, മറ്റേ ഗിൽക്രിസ്റ്റ്, പോണ്ടിങ്, സ്റ്റീവോ, അത്ര ആൾക്കാർ, മഗ്രാത്ത് ഇത്ര ആൾക്കാരുടെ വിരമിക്കും ഓസ്ട്രേലിയൻ ടീം ഇരിക്കും എന്നുള്ളത് പക്കെടുത്ത് പോലെയാണ് നടന്നു. അമ്മാരി ടീം അങ്ങനെ തോൽക്കും നമ്മള്. ഓസ്ട്രേലിയ എന്നൊരു ദേശീയ ഓസ്ട്രേലിയ അതിനുള്ള ആറ്റിറ്റ്യൂഡ് ഓസ്ട്രേലിയൻസ് പണ്ടേ അതിൽ ഭയങ്കര ബാക്കിയുള്ളവരെ അപമാനിക്കുക എന്ന് പറയുന്ന സംഭവത്തിൽ ഭയങ്കര കണ്ണിങ്ങായിരുന്നു. ഒരു സിംബാബ്വേനായിട്ടുള്ള പഴയൊരു മാച്ചിൻ്റെ ഫീൽഡിങ് പൊസിഷൻ കണ്ടിട്ടുണ്ടോ? അതായത് ബോളർ, വിക്കറ്റ് കീപ്പർ, ഫുൾ ബാക്കി 9 ആൾക്കാർ, 9 ആൾക്കാരും സ്ലിപ്പില്. ഇൻസൾട്ടിങ് അല്ല അതൊക്കെ, ഫാഷൻ ആയിരുന്നു. പിന്നെ വല്ലാതെ പോയിന്ന് ഗെയിമിൽ അത് ബൗൺസർ വരും, ഹുക്ക് ചെയ്യും, അതിനായിട്ട് നിൽക്കും. അതൊരു തന്ത്രമായിരുന്നു. പിന്നെ ധോണി ഒരു പ്രാവശ്യം പോണ്ടിങ്ങിന്റെ ക്യാപ്റ്റൻസിലുള്ള ഓസ്ട്രേലിയക്കെതിരെ കളിക്കുമ്പോഴേ ഫുൾ ഫീൽഡ് ഓഫ് സെറ്റ് ചെയ്തിട്ട് ധോണി ഇങ്ങനെ കേറിയിട്ട് കളിക്കുന്ന ഒരു കളിയുണ്ട്. എമ്മാരി ഇന്റലിജന്റ് പ്ലെയർ ആയിരുന്നു ധോണി. ധോണി വന്നതിന് ശേഷമാണ് ശരിക്കും ഇന്ത്യൻ ടീം കളിയിൽ നമുക്ക് ഇത് കിട്ടിയത്. കളിയാണ് മെയിൻ എന്നുള്ളത്. അതായത് ഒരു സിനിമ മാതിരി ത്രില്ലിംഗ് ആയി ധോനിയുടെ ചില ആക്ടുകളൊക്കെ ഭയങ്കര അല്ലെ, സിനിമാറ്റിക് ആയിരുന്നു. സൈക്കോളജിക്കലി ഭയങ്കര കളി ധോണി കളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബംഗ്ലാദേശ് ഇനിയിപ്പോ എങ്ങനെയാണെങ്കിലും ശരി ലാസ്റ്റിക്ക് തോൽക്കുന്നുള്ളത് ധോണി ഉറപ്പിച്ചിരുന്നു. കാരണം ഓന്റെ ശരിക്കും സൈക്കോളജിക്കൽ ബാറ്റിൽ മാറിയായിരുന്നു. കാരണം ഒരു ഓവറിൽ 2 റണ്ണുള്ളടുത്ത് വരെ തോറ്റിട്ടുണ്ട്. അത് 5-6 വിക്കറ്റ് കയ്യിലുണ്ടായിരിക്കെ. അപ്പൊ അത് ഇപ്പൊ പാകിസ്ഥാൻ ഇപ്പോ ഇന്ത്യനെ വേൾഡ് കപ്പിൽ അടിക്കുന്നത് ധോണിയുടെ ക്യാപ്റ്റൻസി പോയതിനു ശേഷമാണ്. ഇതുവരെ അടിച്ചിട്ടില്ല, ഇപ്പൊ അടുത്താണ് അടിക്കുന്നത്. പക്ഷെ ധോണിയുള്ള ടൈമിൽ പാകിസ്ഥാനിൽ തന്നെ ഓൽക്കറിയാം ഓൽക്ക് ജയിക്കാൻ പറ്റില്ല. കാരണം ഈ ചെങ്ങായി അങ്ങനത്തെ ഒരു ഫീലാണ് കൊടുത്തിരുന്നത്. ഓൻ പോയതിനു ശേഷം അത് മിസ്സായിട്ടുണ്ട് ടീം. ധോണി അവിടെ ഉള്ള ബാക്കിലുള്ളപ്പോൾ അത് ഭയങ്കര ഒരു
ലാസ്റ്റ് കുറച്ച് റണ്ണാണെങ്കിലും അവൻ വരുമ്പോ ഒരു ഭയങ്കര കോൺഫിഡൻസ്. പിന്നെ കളി മാറ്റിയത് തോന്നുന്നു കേട്ടോ ശരിക്കും. ബാക്കിയുള്ള മറ്റേതല്ല, ആ ടൈമില് അടിപൊളി തന്നെ ആയിരുന്നു. ഭയങ്കര ട്രിപ്പി ഗെയിം തന്നെ ആയിരുന്നു. ഗാംഗുലി ആവട്ടെ ഇടയ്ക്ക് ഇങ്ങനെ പക്ഷെ ധോനി അത്ര വലിയ ടോപ്പ് ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ കൂടെ അല്ല ഞാൻ പറഞ്ഞത് കമ്പാരിറ്റിംഗ് ടു സച്ചിൻ, ഗാംഗുലി, സെവാഗ് അവരെ അപേക്ഷിച്ച് ധോനി അത്ര വലിയ പ്ലെയർ. പക്ഷേ എനിക്ക് തോന്നുന്നു സച്ചിനും ഗാംഗുലിയും ഒക്കെ ക്രീസിലുള്ളതിനെക്കാട്ടും വലിയൊരു ഹോപ്പ് ധോനി തന്നിരുന്നില്ലേ? അതായത് ശരിയാ. അത് ധോനിയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു 50 ബോളില് ഒരു 120 റണ്ണ് വേണമെന്ന് പറഞ്ഞാൽ വരെ നമുക്ക് ധോനി നിൽക്കുമ്പോ മേ ബി നടക്കാൻ ചാൻസ് ഉണ്ട്. അതല്ല, അയാൾ എത്ര കളികളെ ലാസ്റ്റ് 6 അടിച്ചിട്ട് ജയിപ്പിച്ചിട്ടുള്ളത്? എങ്ങനെ അത് പറ്റുക ചോദ്യല്ലേ? 300 അതായത് ഹിസ്റ്ററിയാണ് കേട്ടോ. നമ്മള് പ്രതീക്ഷിക്കുന്ന സച്ചിനാണല്ലോ. സച്ചിനാണ് 294 ഒരു 30 ബോള് 6 റൺ എടുത്തിട്ടുണ്ടാവും. ടെൻഷനായിട്ട് ചെങ്ങായി നമുക്ക് പാവം തോന്നുന്നു. ശരിയാണ്. അതുവരെ അടിച്ച അയാളല്ല തോന്നുന്നു. സിമ്പിൾ ബോളൊക്കെ ചിലപ്പോ മുട്ടിടും. കളിച്ച് ശരിക്കും KGF കാണുമ്പോ ഞാൻ അങ്ങനെ എന്തല്ലേ എല്ലാരും പ്രഡിക്ട് ചെയ്യുന്നത് മറ്റാ മുട്ടും. അയാള് വേറെ ലെവലിൽ കേട്ടോ. ഇങ്ങനെ തോന്നിയ മൊമെന്റാണ്. ഡിഫറെന്റ്ലി മെയ്ഡ് ആണ്. രണ്ടെണ്ണം വാങ്ങുന്നത് സ്റ്റീവ് ബക്നറും ഓസ്ട്രേലിയനായിരുന്നു എനിക്ക് ഏറ്റവും പേഴ്സണലി ദേഷ്യം. സ്റ്റീവ് ബക്നറുടെ ആ കളി എനിക്ക് ഓർമ്മ ഉണ്ടോ? അയാള് എമ്മാരി ഊത്തായിരുന്നു ഊതിയിരുന്നു. അന്ന് ഉണ്ടായ സീനറല്ലേ അന്ന് ഇന്ത്യയില് പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. പിന്നെ ഓസ്ട്രേലിയ പോയിട്ട് ഇന്ത്യയിൽ ഇവിടെ പ്രക്ഷോഭം നടന്ന് യുദ്ധസജ്ജരായിരുന്നു ഇന്ത്യ. സച്ചിനെ ഒരു ബോൾ ഇങ്ങനെ ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് ഇത്ര കൂടെ പോണ ബോള് ബാറ്റിന് ഇത്ര കൂടെ ഔട്ട് വിളിച്ചിട്ടുണ്ട്. സച്ചിൻ കരഞ്ഞിട്ട് ക്രീസിൽ കയറി പോണ സീനിക്ക് ഓർമ്മയുണ്ട്. ഗാംഗുലിയുടെ ആരത്തെ ഒരു ക്യാച്ച് പിച്ച് ചെയ്തിട്ട് പോണ്ടിങ് പിടിക്കുന്നത് അമ്പയർ ചോദിക്കേണ്ടി എന്താണെന്ന് അതിൽ ഔട്ടാണ് അറിയുമ്പോ ഔട്ടാണ് കൊടുക്കും. എന്നിട്ട് ഇന്ത്യയിൽ ഉണ്ടായ സീൻ എന്തായിരുന്നു അറിയാം? 2008 അത് എന്തായിരുന്നു? അത് കുംബ്ലയായിരുന്നു ക്യാപ്റ്റൻ തോന്നുന്നുണ്ട്. എന്നിട്ട് ഇന്ത്യയിൽ ഉണ്ടായ സീൻ അന്ന് കോൺഗ്രസ്സാ ഭരിക്കുന്നത്. അന്ന് ലല്ലു പ്രസാദ് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നടക്കില്ല. അന്ന് അവിടെ മറ്റേ ഹർഭജൻ സിംഗ് മാക്കി എന്നൊക്കെ വിളിച്ചിട്ട് ഹർഭജൻ സിംഗ് അവിടുത്തെ കോർട്ടിൽ വരെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആ റേഞ്ചിലാണ് അത് പോയിട്ടുള്ളത്. മങ്കിന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ള സൈമൻസിനെ. അതായത് പക്ഷെ അതിൽ വിറ്റ് എവിടെ കിടക്കണ അറിയോ? സ്റ്റീവ് ബോന്റെ അതേ റെക്കോർഡിലാണ് പോണ്ടിങ് നിൽക്കുന്നത്. 14 ടെസ്റ്റ് അൺബീറ്റനായിട്ട് നിൽക്കുന്ന ക്യാപ്റ്റൻ. അപ്പൊ ആ ലാസ്റ്റത്തെ ടെസ്റ്റ് 2 ഇന്ത്യ തോറ്റു. അവിടെ 3ാമത്തെ ഇന്ത്യ തോറ്റാല് സ്റ്റീവോടെ റെക്കോർഡ് പോണ്ടിങ് ബ്രേക്ക് ചെയ്യാണ്. പക്ഷെ ആ 3ാമത്തെ കളി ഇന്ത്യ ജയിച്ചു. ഭയങ്കര കളിയായിരുന്നു. ടെസ്റ്റ് ആദ്യമായിട്ടാണ് എക്സൈറ്റിംഗ്. കുംബ്ലയായിരുന്നു ക്യാപ്റ്റന്. അന്ന് പക്ഷെ ശർമ്മല്ലേ, ഇഷാന്ത് ശർമ്മ പോണ്ടിങ് എങ്ങനെ വരുന്നു, ഇഷാന്ത് ശർമ്മ ബോൾ ചെയ്യുന്നു, ഇടുത്തിങ്ങനെ കൊണ്ടു. അത് ഓർമ്മല്ലേ ഇഷാന്ത് ശർമ്മ ഭയങ്കര. അതായത് ടെസ്റ്റ് അത്രയും ആവേശകരമായി കണ്ടത് ആ ഒരു ടെസ്റ്റ്. വണ്ടേനെക്കാട്ടി ത്രില്ലിംഗ് ആയിട്ടുള്ള ടെസ്റ്റുകൾ അല്ലേ? സഞ്ജയ് മഞ്ജരേക്കർ ഒരു കഥ പറയുന്നുണ്ടായിരുന്നു. സ്കൂളിലെ ടൈമാണ് അതൊക്കെ, ക്ലാസ്സുള്ള ടൈമാണ് അതൊക്കെ. നമുക്ക് കിട്ടിയതില്ല. സഞ്ജയ് മഞ്ജരേക്കർ അതിന്റെ ഒരു കഥ പറയുന്നുണ്ട്. അതായത് 9 വിക്കറ്റിൽ നിൽക്കുകയാണ് കുംബ്ലെ. അതിന് ശ്രീനാഥൊക്കെ ഇങ്ങനെ എറിയുമ്പോ സൈഡിക്കൊക്കെ എറിയണത് വിക്കറ്റ് എടുക്കണ്ടെന്നുള്ള. അപ്പൊ ഏതോ ഒരു ബോളിൽ ശ്രീനാഥിന്റെ ബോളിൽ ഒരു ക്യാച്ച് ഇവന് എടുക്കാൻ ഭയങ്കര കമ്മിറ്റ് ചെയ്തിട്ട് എടുക്കാൻ പോയപ്പോ
ശ്രീനാഥ് ഒന്ന് ചൂടാവുന്നുണ്ട്, എന്തിനാ പിടിക്കാൻ നിൽക്കണേ, ഓടിക്കട്ടെ 10ാമത്തെ പറഞ്ഞിട്ട്. ലൈക്ക് ആ സ്പിരിറ്റ് അങ്ങനെയായിരുന്നു ടീമിന്റെ സ്പിരിറ്റ്, വേറെ ലെവല്. ധോനിനോട് നെക്ക് അടിച്ചൊരു പോയിന്റ് ഉണ്ട്. ഏതാണ് അത് അങ്ങനെ ആയിരിക്കില്ല എന്ന് വിചാരിക്കണം ഇപ്പോഴും. സച്ചിൻ 200 അടിക്കുന്ന ഗെയിം ഉണ്ടല്ലോ, റിപ്പീറ്റ് കാണുന്ന ഒരു കളിയാണ്, 7 കാണുന്നുണ്ട്. അപ്പൊ എന്റെ അടുത്തുണ്ട് അതിന്റെ വീഡിയോ. അതിനകത്ത് ലാസ്റ്റ് മൊമെന്റിൽ ഇയാളാണ് ഇത് മുക്കിട്ടെല്ലാം എടുക്കുള്ളൂ, അതുവരെ അടിച്ച ആളല്ലല്ലോ, പിന്നെ വേറെ ആളാ കളിക്കണേ ഗ്രീസില്. അപ്പൊ ലാസ്റ്റിലേക്ക് എനിക്ക് ഓർമ്മയില്ലേ ധോണി പെരുവെട്ടിടിക്കണല്ലോ, ധോനി പെരുവെട്ടിടിക്കാൻ സച്ചിന് ക്രീസും കിട്ടുന്നില്ല, ക്രീസും കിട്ടുന്നില്ല. എനിക്ക് ഓർമ്മ ഉണ്ടോ? അയ്യോ നമുക്ക് ഇങ്ങനെ ധോനിയോട് ദേഷ്യം തോന്നിയ ആദ്യത്തെ എന്താണ് ഇയാൾക്ക് ക്രീസ് കൊടുക്കാത്തെന്നുള്ള. ധോനി ഗെയിമാണ് നോക്കണത്, എന്താ റിലീസ് ചെയ്യാൻ ധോണി. സച്ചിന് പണ്ട് ക്യാപ്റ്റൻസി കൊടുത്ത ഓർമ്മ ഉണ്ടോ എനിക്ക്? അയാൾ ഇങ്ങോട്ട് പ്രഷറായിട്ട് അയാൾക്ക് അയാൾ ലെജൻഡറി ബാറ്റ്സ്മാൻ ആണ്, എല്ലാം ശരിയാണ്. കുടുംബത്തിലൊരാള് ഫീൽ ചെയ്യുന്നുണ്ടോ? പക്ഷെ അന്നത്തെ പ്ലേയേഴ്സൊക്കെ ഇപ്പൊ ശരിക്കും ഇപ്പൊ രണ്ടാമത് ഈ ജയത്തോട് കൂടി ഒന്ന് അറിയില്ല. ഇപ്പോഴും ആൾക്കാർക്ക് ആ ഫീലിംഗ് ഉണ്ടോ അറിയില്ല, നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഉണ്ടാവുകയാണ്, നമുക്ക് മിസ്സായി പോയി അവിടെ വെച്ചിട്ട്. അല്ലല്ല, ക്രിക്കറ്റ് പ്ലേയേഴ്സിനെ അത്ര സെലിബ്രേറ്റ് ചെയ്യുന്നില്ല ഇപ്പോ. ഇല്ല. നമുക്കൊരു ഹോംലി ഫീൽ അല്ലായിരുന്നു. അതെ സച്ചിന് യാലിഷുക നമ്മുടെ പണ്ട് ഫാൻസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടോ? ക്രിക്കറ്റ് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കേണ്ട പേര് മറ്റേ സിനിമാ നടന്മാരുടെ ഫാൻസ് അല്ലല്ലോ, ക്രിക്കറ്റ് കളിക്കാരുടെ ഫാൻസ് അല്ല എന്നുള്ളത്. അന്ന് ബോയ്സ് ആരുടെ ഫാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സച്ചിൻ ദ്രാവിഡ്. ഇന്ന് മമ്മൂട്ടി മോഹൻലാൽ പറഞ്ഞമാതിരി അന്ന് സച്ചിന് ദ്രാവിഡ് ഗാംഗുലിയൊക്കെ കളിച്ചിരുന്നത്, അല്ലാതെ അതുകൊണ്ട് ശരിയാണ്. അത് മാത്രമാണെന്നുള്ളതാണ്. കാരണം ഇത് ആകെ നമുക്ക് ടി വിയിൽ അവൈലബിൾ ആയിട്ടുള്ള എന്റർടൈൻമെന്റ് ക്രിക്കറ്റ് ആയിരുന്നു. അത് റയറായിരുന്നേ. ഒരു ഇന്ത്യ ഇപ്പോ എങ്ങട്ടാ ടൂറ് പോകുന്നത് നമുക്ക് ആദ്യം അറിയാം. പിന്നെ അടുത്ത മാസം അടുത്ത മാസമാണ് കളി. 2 മാസം 3 മാസം അപ്പുറത്തുള്ള ടൂർണമെന്റുകൾ നമുക്ക് ഷെഡ്യൂൾഡ് ആയിരുന്നു. നമ്മള് റെഡി ആയിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നു അന്ന് ഈ സ്പോർട്സ് മാഗസീനിലൊക്കെ ഇത് വരുമായിരുന്നു. അതായത് ഈ മാസത്തില് ഈ ടൂർണമെന്റ് ഇവിടെ ടൂർണമെന്റ് കലണ്ടർ വരും. അതെ ഇയർലി. അതെ, വെസ്റ്റ് ഇൻഡീസിൽ ഒരു പര്യടനം 5 കളി, പിന്നെ ഒരു ത്രിരാഷ്ട്ര കപ്പ് 3 ടീം. ത്രിരാഷ്ട്ര കപ്പൊക്കെ എമ്മാരി കളിയായിരുന്നു അല്ലേ? നമ്മൾ ഇറങ്ങിയിട്ട് ഇൻ ബിറ്റ്വീൻ ഡിസ്കഷൻസ് ഒക്കെ കളി ഓരോ ഷോട്ടുകളും ഓരോ കളികളും ഡിസ്കസ് ചെയ്തിരുന്ന വിജയങ്ങൾ തോൽവികൾ. ഇന്നിപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് ബോളിൽ ലാസ്റ്റ് ഇതിലൊക്കെ ഫിനിഷ് ചെയ്യുന്ന കളികൾ മാത്രമല്ലേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. അല്ല, സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഏകദേശം നമുക്ക് അതിൻ്റെ റൂട്ട് അറിയാലോ. അപ്പോൾ ഈ അത്ര എക്സൈറ്റിംഗ് അല്ലാത്ത കളികളൊന്നും അങ്ങനെ ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. IPL ശരിക്കും ഗെയിം കണ്ടിട്ടേ കുറെ കാലത്തിന് ശേഷം നല്ല ഒരു കളി ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്ത് ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനോട് ലാസ്റ്റ് കളിയാണ്. അതിന്റെ മുന്നേ ഇപ്പൊ അടുത്തൊന്നും അങ്ങനെ ഒരു കളി അങ്ങനെ ആൾക്കാർ ഭയങ്കര എക്സൈറ്റ് ചർച്ച ചെയ്തിട്ടില്ല. ഇല്ല എന്റെ അറിവിലില്ല. അങ്ങനെ കാരണം സോഷ്യൽ മീഡിയ അങ്ങനെ വാച്ച് ചെയ്യണതല്ലേ, ന്യൂസ് ആണെങ്കിലും മറ്റേ ഫേസ്ബുക്കും ഇതിലൊക്കെ ഇങ്ങനെ വന്ന് കളിക്കുമല്ലോ, ട്രോളും മറ്റേതും മറിച്ചതായിട്ട്. അപ്പോൾ കുറവാണ്. പല എന്റർടൈൻമെന്റുകളുള്ളതുകൊണ്ടാണ്. സത്യം അതാണ്. ഇപ്പൊ പിന്നെ ഇത് ചറപറ ക്രിക്കറ്റിൽ ശരിക്കും അത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച നമ്മൾ റെഡി ആയിരുന്നാൽ ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഇനി വർക്കിംഗ് ഡേ ആണെങ്കിലും നമുക്കൊരു ആ ഒരു ടൈമിൽ ഒരു 3 to അല്ലെങ്കിൽ ഒരു 5 to 6 hours നമ്മൾ അതിനോട് മാറ്റി വെക്കും. ഇപ്പൊ അങ്ങനെ മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി മാറ്റി വെക്കേണ്ട അവസ്ഥയാണ്. ഡെയിലി നിങ്ങളൊന്ന് ഇട്ടോക്കി ക്രിക്കറ്റ് ഉണ്ടാവും. അന്ന് വീക്കെൻഡിലൊക്കെ കളി വരിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വീട്ടിലെല്ലാവരും പ്രിപ്പയർഡ് ആയിരുന്നു. വീട്ടിലെ അമ്മയൊക്കെ റെഡി ആയി കളി കാണാൻ വേണ്ടിയിട്ട്. ഒന്നും അറിയില്ല ക്രിക്കറ്റിനെ പറ്റിയിട്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ 8:30 വൺ ഡേ ഇൻ്റർനാഷണൽ ഇന്ത്യയിൽ നടക്കുന്നത് വിചാരിച്ചിട്ട് നമുക്ക് 8:30 കളി തുടങ്ങാം. രാവിലെ 8:30 ആകുമ്പോഴാണ് വൺ ഡേ മാച്ച് തുടങ്ങുക. അപ്പോൾ അതിൻ്റെ മുന്നേ പണികളൊക്കെ തീർത്ത് അച്ഛനും അമ്മ ഞാൻ ലാലു ഉണ്ണി എല്ലാവരും ഇരുന്ന് സീറ്റൊക്കെ പിടിച്ചിട്ട് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് 50 ഓവറുണ്ട് ചാലച്ചൊക്കെ. അതിലും ബ്രേക്കിൻ്റെ ഇടയിൽ നമ്മൾ മൂത്രമൊഴിക്കാൻ കൂടി പോകുള്ളൂ. പിന്നെ അതേമാതിരി ടീ ബ്രേക്ക് മറ്റേ ഇതുണ്ടാവുമല്ലോ, ടീ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് എത്ര ഓവറിലാണ്? 25 ഓവറിലോ 30 ഓവറിലായിട്ട് 20 ഓവറിൽ ആ ടൈമിലൊക്കെയാണ് ഭക്ഷണം കഴിക്കല്. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ബ്രേക്ക് ലഞ്ച് ബ്രേക്ക് കറക്റ്റ് സമയത്തായിരിക്കും നമുക്ക്.
അങ്ങനെ പോയിന്ന് ഒരു ഓവർ മിസ് ചെയ്യാതെ കണ്ടിരുന്നിട്ട് വണ്ടേകളുണ്ട്. എണീറ്റ് പോയല്ലോ, എണീറ്റ് പോയ സച്ചിനെ വിട്ടാവുക. അത് രണ്ടും കൊണ്ടാണ് എപ്പോഴും എണീറ്റ് പോകാൻ സച്ചിൻ ഔട്ട് ആയിക്കണം. അതിന് ശേഷം പിന്നെ എണീറ്റ് ഞാനും ഞാനോടാ വേൾഡ് കപ്പിൽ എണീറ്റ് പോയത്. അത് ഓർമ്മയില്ല എനിക്ക്. സച്ചിന്റെ വിക്കറ്റ് മഗ്രാത്തിന്റെ ബോളിൽ ക്യാച്ച് ഇട്ട മോനെ ചങ്ക് തകർന്നൊരു വേൾഡ് കപ്പ് ആയിരുന്നു. നമ്മൾ അടിക്കുന്ന വിചാരിച്ച, കാരണം അടിക്കണം എന്ന് വിചാരിച്ച ഒരു ഇതായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ ഡിപ്രഷൻ തന്നിരുന്നു ഇന്ത്യൻ ടീം അന്നത്തെ. അല്ല, ഞാൻ അതിനുശേഷമുള്ള ഗെയിമിൽ ഞാൻ പോരുന്നത് ലോജിക്കലിയാണ്. സച്ചിൻ പോകുന്ന ഒരു ഫാക്ടർ ഉണ്ട്. കാരണം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാനും പണ്ട് ഞാൻ സച്ചിൻ ഫാനായിരുന്നില്ല, പക്ഷെ ഞാൻ ദ്രാവിഡിന്റെ ഫാൻ. ഞാനും കീപ്പർ ഇരിക്കണോ, ഓക്കേ ബോൾ ചെയ്തിട്ട് ബോളും ചെയ്യണോ, എല്ലാത്തിനും എത്ര ടോട്ടല് 4 വിക്കറ്റ് അങ്ങനെ എത്ര ഉണ്ട്. ഫീൽഡിങ്ങിലെ സ്ലിപ്പ് മച്ചാന്റെ ഏരിയ ആയിരുന്നു, വിട്ടൂല. സ്ലിപ്പ് സേഫ് ആയിരുന്നില്ലേ, ഭയങ്കര ഇതായിരുന്നു. ഓടി പിടിക്കുന്ന മിഡോണിലും ലോങ് ഓണിലും ലോങ് ഓഫിലും ഒന്നും ഉണ്ടാവില്ല, ഒരു സ്ലിപ്പിൽ തന്നെ കളി. പക്ഷെ എന്താ ഇന്ത്യൻ ക്രിക്കറ്റിൽ യുവരാജും കെയ്ഫും വന്ന ടൈമിലാണ് ഇന്ത്യന്റെ ഫീൽഡിങ്ങിൽ മെച്ചപ്പെട്ട്. റോബിൻ സിംഗ്, യുവരാജിന്റെ അന്നത്തെ ഒരു 3-4 ക്യാച്ചുകൾ ഉണ്ടല്ലോ, റോബിൻ സിംഗ് ഉണ്ട്. പക്ഷെ ഇന്ത്യന്റെ ഓവറോൾ ഫീൽഡിംഗ് മാറ്റം വന്നത് യുവരാജും കൈഫും. കൈഫ് യുവരാജും വേറെ ലെവൽ തന്നെയാണ്. ഓക്കെ ഗായ്സ്, നമുക്ക് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ഇനി ദിലീപ് ഇടയ്ക്കിടയ്ക്ക് നമ്മള് പോവും. ഓക്കെ, ചറപറ മാറ്റേഴ്സ് എവിടുന്ന് എങ്ങോട്ടൊന്നുമില്ല, കേക്കൊണ്ടൊരു കേക്ക കാണൊരു കാട. വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. വൈ ദ ഹെൽ നോട്ട്.